സ്കൂൾ തുറന്ന ഈവനിങ് ആണ് ക്ലാസ് കേട്ടോ. 5:30 5:30 to 7. അത് വീട്ടിൽ പോയിട്ട് ചായ കുടിച്ചിട്ട് വന്നാൽ മതി. 5:30 പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ മാഷ്. ഇപ്പൊ ഒന്നും അറിയാത്ത പോലെ 5 മണി പറ്റില്ല, കാര്യത്തില്ല. 7 മണി വരെ 1.5 മണിക്കൂർ തന്നെ. നമുക്ക് ഇപ്രാവശ്യം മാഷത്തെ സൈഡിലായിരിക്കണ്ട. നമുക്ക് ഈവനിങ് ആകുമ്പോഴേ പറഞ്ഞാണ്, ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു മാഷ കേട്ടോ രാവിലെ ഇരിക്കണം. 1-2 ഗുണം എന്താ വെച്ച് കഴിഞ്ഞാലേ നമുക്ക് എന്തായാലും റെക്കോർഡ് എടുത്തൊക്കെ എപ്പോഴായിരിക്കും, പാതിരയ്ക്കും പലിശയ്ക്കൊക്കെ ഇരിക്കും. കേട്ടിട്ടില്ല, പലിശയ്ക്കെന്ന് പറയുന്നുണ്ടല്ലേ, എന്ത് പറയണേക്കാം. എന്തായാലും ആ ടൈമിലായിരിക്കും. അതിപ്പോ എത്ര നിങ്ങളുടെ അടുത്ത് മുൻകൂട്ടിയിട്ട് എഴുതാൻ പറഞ്ഞാലും സൈഡിലായിരുന്നേ ബഹളം കൂട്ടല്ലേ, അവിടെ സൈഡിലായിരിക്കും. നമുക്ക് എത്ര മുൻകൂട്ടിയിട്ട് എഴുതാൻ പറഞ്ഞാലും നിങ്ങൾ എപ്പോഴും എഴുതുള്ളത് തലേദിവസം വന്നിട്ട് എഴുതുള്ളൂ. അപ്പൊ എന്തായാലും രാത്രി എന്തുണ്ടാവില്ല, ഓർക്കുണ്ടാവില്ല. എല്ലാം പോലെ പിന്നെ അത് മാറ്റിയതാ. കാരണം +2കാർക്കായിരുന്നു രാവിലെ വയ്ക്കുന്നുണ്ടായിരുന്നു. പിന്നെ എന്തുണ്ടാവുക വെച്ചാൽ ഈ രാത്രി ഫുൾ ഇരുന്ന് എഴുതിയിട്ട് എപ്പോൾ എണീക്കാൻ പറ്റില്ല, രാവിലെ എണീക്കാൻ പറ്റില്ല. നിങ്ങളുണ്ട് 3 മണി 4 മണിയൊക്കെ എഴുതിയിട്ട് പിന്നെ 6:40 എത്ര നടക്കുന്ന കാര്യമില്ല. പിന്നെ പകുതിയൊന്നുമില്ല. അതിന് ഭേദം എന്താ, ഈവനിങ് ആക്കാം. പിന്നെ രാവിലെ എനിക്ക് എന്ത് ചെയ്യാം, സുഖമായിട്ട് കിടന്നുറങ്ങണമെങ്കിൽ എന്ത് ചെയ്യാം, സുഖമായിട്ട് കിടന്നുറങ്ങുകയും ചെയ്യും. റെക്കോർഡ് എഴുതുന്ന ദിവസം കണ്ടിട്ടാ, ബാക്കിയുള്ള ദിവസം കയറ്റിന്ന് പഠിച്ചോളൂ. ക്ലിയർ. അപ്പൊ സ്കൂളിൽ പോയിട്ടൊരു ചായ കുടിച്ച് പതുക്കെ വന്നാൽ സ്കൂളിലേക്കല്ല, ഒരു ചായ കുടിച്ച് പതുക്കെ കയറിയാൽ 5 മണിയാകുമ്പോ തുറന്നിടാം. 5 മണിയാകുമ്പോ തുറക്കാറുണ്ട്, പക്ഷെ 5:10 ആകുമ്പോ തുറക്കാറുണ്ട്. അപ്പൊ ഒരു നേരത്തെ പറഞ്ഞവർക്ക് കയറിയിരിക്കാം, ഇവിടെ ഇരുന്ന് പഠിക്കണേ ഇവിടെ ഇരുന്ന് പഠിക്കാം. ഓക്കെ, ചായ കൊടുക്കുന്നില്ലേ? ഇവിടെ ഇരുന്ന് ചായ കുടിക്കാൻ പണിയാണ്, എന്റെ കസിനെ മേടിച്ച് കുടിച്ചാൽ മതി. അപ്പൊ അങ്ങനെ ചായ ഏർപ്പാടുണ്ടെങ്കിൽ ചായ ഏർപ്പാടൊക്കെ ഡെയിലി, അതൊന്നും പ്രശ്നമുള്ള കേസല്ല. ഞാൻ ഓർത്തൊരു ചായ അടി വേണം, അടി ഏർപ്പാടാക്കാം. അതുപോലെ ഹോട്ടലിൽ കൊണ്ടുവന്നില്ലേ 5 മണിയാകുമ്പോ അതിനൊരു എമൗണ്ട് നിങ്ങൾ നേരിട്ട് എങ്ങനെ ഡീൽ ചെയ്തോ. പക്ഷെ സ്ഥലം ഓക്കെയാണ്. എല്ലാവരും മാക്സ് ചെയ്ത് കൊണ്ടുവന്നുണ്ട് അല്ലേ? ശ്രദ്ധിക്കുക, രാത്രി 2 തവണ ചെയ്തെന്നൊക്കെ പറയുന്നത് എഴുതി കൊണ്ടുവന്നുണ്ട്. ഇതിലാവട്ടെ, നാളേക്ക് എഴുതി കാണിക്കണട്ടോ. അത് പിന്നെ ആരെ ബുക്ക് എടുക്കാൻ പറഞ്ഞ ഷൈന, നാളെ കാണിക്കണട്ടോ അവനെ. ഇന്നത്തെ കാണിച്ചിട്ടില്ലല്ലോ മാത്സ്, ഇന്നത്തെ കാണിച്ചേ. ഇന്നത്തെയാണ് കൊണ്ടുവരാത്തത്, ഇന്നലെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന കാണിച്ചോളൂ. ഇനി സൈഡിലായിരുന്നേ നമ്മൾ എത്രാമത്തെ ചോദ്യം ചെയ്തിരുന്നത്? 7 അല്ലേ? എക്സാമ്പിൾ 7ആണോ ചെയ്തത്? അത് എക്സൈസിലാവും. എക്സൈസിൽ 7 ചെയ്തേ. ഓക്കെ, 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പക്ഷേ എക്സാമ്പിൾ 33 ചെയ്തിട്ടുണ്ടായിരുന്നു നോക്കിയേ. എക്സാമ്പിൾ 33 ചെയ്താണ്. 32 ചെയ്താണ്. 31 ചെയ്തില്ല. എക്സാമ്പിൾ 31 ചെയ്തിട്ടില്ല. 30 ചെയ്തിട്ടുണ്ടാവില്ല. ഓക്കെ, പിന്നെ 5.5 ഒന്നെടുത്ത്. എക്സാമ്പിൾ അല്ലെ 5.5 1 ചെയ്തിട്ടുണ്ടാവില്ല, 2 ചെയ്തിട്ടുണ്ടാവില്ല, 3 ചെയ്തിട്ടുണ്ടാവും, 4 ചെയ്തിട്ടുണ്ടാ. ഉറപ്പാണ്, ചെക്ക് ചെയ്യട്ടാ. 2 തവണ ചെയ്ത് സമയം പോകും. 4 ചെയ്തിട്ടുണ്ടാ. 4 വരുന്നത് x⁻x - 2sin x. 3 7 ചെയ്തിട്ടുള്ളൂ. അപ്പൊ ബാക്കിയുള്ള അന്വേഷിച്ചാൽ അറിയില്ല. അപ്പൊ ഒരു ഭാഗത്ത് പിടിക്കാം, വലിയ കണക്കുകളാണ്. അപ്പൊ എഴുതിക്കോ 4. ചെയ്യാട്ടോ. നിങ്ങൾ സൈഡിലായിരുന്നേ, നല്ല കുട്ടികളായിരിക്കും. 4 ഫൈൻഡ് dy/dx. നമുക്ക് dy/dx ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഡിഫറൻഷിയേറ്റ് ചെയ്ത ഫോളോയിങ് ഫംഗ്ഷൻ ആണ്. 4ാമത്തെ ചോദ്യം കേട്ടോ, ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. കൂടെ ചെയ്ത് പോകുന്നോളൂ, ഇനി കുഴപ്പമില്ലല്ലോ. y = x⁻x - 2sin x. കൂടെ ചെയ്ത് പോകുന്നോളൂ കേട്ടോ. x⁻x - 2sin x. ഇതാണ് എന്ത് വരുന്നത്, നമുക്ക് ചോദ്യം വരുന്നത്. അപ്പൊ ക്ലിയർ ആണ്. എന്താണ്, ഒരു ഫംഗ്ഷന്റെ പവർ ആയിട്ട് എന്ത് വരുന്നുണ്ട്, വേറൊരു ഫംഗ്ഷൻ വരുന്നുണ്ട്. ഒരു ഫംഗ്ഷന്റെ പവർ ആയിട്ട് വേറൊരു ഫംഗ്ഷൻ വരുന്നുണ്ട്. പിന്നെ എത്ര ഫംഗ്ഷൻസ് ഉണ്ട്? 2 ഫംഗ്ഷൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്, ലെറ്റ് u = ആരാണ്, x⁻x ആൻഡ് v = ആരാണ്, 2sin x എന്ന് എടുക്കാം. എന്താണ് u = ആരാ, x⁻x, v = ആരാ, 2sin x. എതിർപ്പില്ലല്ലോ. ഇനി എന്ത് ചെയ്യാം എന്നുള്ളതാണ്.
അപ്പൊ നമ്മൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ y ഈക്വൽ ടു എന്തെന്ന് വരും u മൈനസ് v. y ഈക്വൽ ടു എന്തെന്ന് വരിക u മൈനസ് v അല്ലേ? അപ്പൊ എന്ത് വരും? എരിവൊന്നുണ്ട് ഈ കൊല്ലം കഴിയില്ല കേട്ടോ. ഇപ്പൊ ഒരു പ്രാക്ടീസ് ആയി പിന്നെ എന്ത് ചെയ്യുക, കൂടെ കൂടെ ചെയ്തു വരാൻ ശ്രമിക്കാം. അപ്പൊ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. y നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താ വരിക? dy ബൈ dx. u നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? du ബൈ dx മൈനസ് dv ബൈ dx. കെമിസ്ട്രി ചോദിക്കണം കേട്ടോ ഒന്ന്. ഇനി എന്താ നമ്മുടെ ഉണ്ട് അല്ലെ, u ഈക്വൽ ടു ആരാണ് മക്കളെ? x റേസ് ടു x ആണ്. ഈ ഫംഗ്ഷന്റെ ഉള്ളിൽ പവർ ആയിട്ട് വരുമ്പോ നമ്മൾ എന്താ ചെയ്യാൻ സമയം വരുന്നോട്ടാ, രണ്ട് ഭാഗത്തും എന്താ അപ്ലൈ ചെയ്യാം? ലോഗ് അപ്ലൈ ചെയ്യാം. ലോഗ് അപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരിക? ലോഗ് u ഇസ് ഈക്വൽ ടു ലോഗ് x റേസ് ടു x. ലോഗ് u ഇസ് ഈക്വൽ ടു ലോഗ് x റേസ് ടു x. അപ്പൊ എന്താ വരിക? കറക്റ്റ് അല്ലേ? ശരിയല്ലേ? പറഞ്ഞ തെറ്റില്ലല്ലോ. ലോഗ് a റേസ് ടു b എന്തായിരുന്നു? b ഇൻറ്റു ലോഗ് a. അപ്പൊ ലോഗ് x റേസ് ടു x എന്താ വരിക? x ഇൻറ്റു ലോഗ് x. അപ്പൊ എങ്ങനെ എഴുതാം നമുക്ക്? ലോഗ് u ഇസ് ഈക്വൽ ടു x ഇൻറ്റു ലോഗ് x. എന്താ വരിക? ലോഗ് u ഇസ് ഈക്വൽ ടു x ഇൻറ്റു ലോഗ് x. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഡിഫറൻഷിയേറ്റ് ചെയ്യാം അല്ലേ? ഇത് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട്. അപ്പൊ ലോഗ് യുവിന്റെ ഡിഫറൻഷ്യൽ എന്താ? 1 ബൈ u. യുവിന്റെ ഡിഫറൻഷ്യൽ എന്താ? du ബൈ dx ഇസ് ഈക്വൽ ടു ഹലോ മക്കളെ x ഇൻറ്റു ലോഗ് x. എന്താ വരിക? പ്രോഡക്റ്റ് റൂൾ വെക്കണം അല്ലെ? എന്താ പ്രോഡക്റ്റ് റൂൾ എന്ന് പാടി കൊടുത്തേ? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡിഫറൻഷ്യൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡിഫറൻഷ്യൽ ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. അപ്പൊ എന്ത് വരും? ഫസ്റ്റ് ഫംഗ്ഷൻ ആരാ ഫസ്റ്റ് ഫംഗ്ഷൻ? x ആണ് അല്ലെ? അപ്പൊ ഫസ്റ്റ് ഫംഗ്ഷൻ x ഇൻറ്റു ഡിഫറൻഷ്യൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ ആരാണ്? സെക്കൻഡ് ഫംഗ്ഷൻ ലോഗ് x. അതിന്റെ ഡിഫറൻഷ്യൽ എന്താ? 1 ബൈ x പ്ലസ് ഇനി ഏതാ? സെക്കൻഡ് ഫംഗ്ഷൻ ആരാണ്? സെക്കൻഡ് ഫംഗ്ഷൻ ലോഗ് x ഇൻറ്റു ഡിഫറൻഷ്യൽ ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ആരാ? ഫസ്റ്റ് ഫംഗ്ഷൻ x. അതിന്റെ ഡിഫറൻഷ്യൽ എന്താ? 1. അപ്പൊ ഞാൻ എഴുതണം വേണ്ട. എക്സും എക്സും എന്തായി മക്കളെ? ക്യാൻസൽ ആയി. അപ്പൊ യുവിനെ അങ്ങോട്ട് കൊണ്ടോട്ടെ ഇനി. അപ്പൊ ബാക്കി എന്ത് വരും? du ബൈ dx ഇസ് ഈക്വൽ ടു u ഇൻറ്റു 1 പ്ലസ് ലോഗ് x. എന്താണ് വരിക? du ബൈ dx ഈക്വൽ ടു u ഇൻറ്റു 1 പ്ലസ് ലോഗ് x. അപ്പൊ du ബൈ dx ന് പോലെ എന്ത് കൊടുക്കാം? ഈ സ്പേസ് പോകട്ടെ അല്ലെ? Therefore du by dx is equal to u ന് പകരം ധൈര്യമായിട്ട് കൊടുക്കാം അല്ലെ? u ആരാ? x raised to x ആണ്. So x raised to x into 1 plus log x. x raised to x into 1 plus log x. ഇതാണ് നമുക്ക് എന്ത് വരിക? du by dx വരുന്നത്. ഏതാണ്? du by dx നമുക്ക് സെറ്റ് ആയി. ഓക്കെ, x raised to x into 1 plus log x. അതിന് ഇക്വേഷൻ നമ്പർ 1 എന്നോ ഇതിൽ കൊടുക്കാം. 2 നമുക്ക് കൊടുക്കാം. ഇത് 2 ഇതിനെ 1 എന്ന് കൊടുത്തോട്ടോ. y ഈക്വൽ ടു u മൈനസ് v എന്ന് കൊടുക്കാം. 1 എന്ന് കൊടുക്കാം. മറ്റേ എന്ന് കൊടുക്കാം. 2 കൊടുക്കാം. എതിർപ്പില്ലല്ലോ. ഇനി നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? dv ബൈ dx കാൽക്കുലേറ്റ് ചെയ്യണം അല്ലെ? അടുത്ത സെക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ dv ബൈ dx അപ്പൊ നമ്മൾ ഏതിന്ന് തുടങ്ങണ്ടേ? v ന്ന് തുടങ്ങണം അല്ലെ? ഏതിന്ന് തുടങ്ങണ്ടേ? v ന്ന് വേണം എന്ത് ചെയ്യാൻ? സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പൊ v ന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ v ന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? v എന്താണ്? അപ്പൊ എടുത്ത് എഴുതാം. v ഈക്വൽ ടു ആരാ പറഞ്ഞേ? 2 റേസ് ടു sin x. v എന്താണ്? 2 റേസ് ടു sin x. അപ്പൊ രണ്ട് ഭാഗത്തും എന്താ അപ്ലൈ ചെയ്യുക? ലോഗരിതം അപ്ലൈ ചെയ്യുക. അപ്പൊ എന്താ വരിക? log v is equal to log of 2 റേസ് ടു sin x അല്ലേ മക്കളെ? അപ്പൊ എന്താ വരിക? നെക്സ്റ്റ് സ്റ്റെപ്പില് log v is equal to log a റേസ് ടു b. എന്താ? b into log a. അപ്പൊ എന്താ വരിക? b യുടെ പൊസിഷനിൽ ആരാ? sin x. അപ്പൊ sin x into log a. a യുടെ പൊസിഷനിൽ ആരാ? 2. അപ്പൊ എന്താ വരിക? sin x into log 2. ഇനി ഡിഫറൻഷിയേറ്റ് ചെയ്യാം. log v യുടെ ഡിഫറൻഷ്യൽ എന്താ? 1 by v into dv by dx. sin x ന്റെ ഡിഫറൻഷ്യൽ എന്താ? cos x into log 2. എന്താ പെട്ടെന്ന് അങ്ങനെ ഒരു കഥ? അവിടെ എന്തുകൊണ്ട് മാഷ് പ്രോഡക്റ്റ് വെച്ചില്ല? പ്രോഡക്റ്റ് വെക്കാത്തതിന്റെ കാരണം എന്താണ്? log 2 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ 2 എന്താ? കോൺസ്റ്റന്റ്. log 2 എന്താ? കോൺസ്റ്റന്റ് ആണ് അല്ലേ? ബോർഡിൽ ശ്രദ്ധിക്കുക. അതായത് 2 into sin x ആണെന്ന് എഴുതുക. അപ്പൊ നമ്മൾ എന്താ എഴുതാറ്? 2 എടുത്ത് എഴുതി sin x ന്റെ ഡിഫറൻഷ്യൽ cos x. ആ 2 ന് പകരം എന്താന്ന് മാത്രം? log 2 എന്ന് മാത്രം. ഇനി അവിടെ പ്രോഡക്റ്റ് വെച്ചാൽ തെറ്റുണ്ടോ? തെറ്റൂല. നിങ്ങൾ എങ്ങനെ തന്നെ എത്തും. പക്ഷേ ഈ ഉത്തരത്തിലേക്ക് തന്നെ എത്തും. കിട്ടിയോ പറഞ്ഞത്? അപ്പൊ log 2 എന്താണ്?
പറയടാ. ലോഗ് ടു എന്താ? കോൺസ്റ്റന്റ് ആണ്. അങ്ങനെ കോൺസ്റ്റന്റ് ആയതുകൊണ്ടാണ് നമ്മൾ അവിടെ പ്രോഡക്റ്റ് വെക്കാണ്ട് എന്ത് ചെയ്തേ? പ്രൊഡക്റ്റ് വെക്കാണ്ട് ജസ്റ്റ് എന്ത് ചെയ്തായിരുന്നു? പ്രൊഡക്റ്റ് വെക്കാണ്ട് ജസ്റ്റ് എന്ത് ചെയ്തേ? ജസ്റ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്ത്. എന്തുകൊണ്ടാണ്? ലോഗ് ടു ഈസ് എ കോൺസ്റ്റന്റ്. 2ഓ 3ഓ ഒക്കെ നിൽക്കുന്ന, എയോ ബിയോ ഒക്കെ നിൽക്കുന്ന പോലെയാണ്. അപ്പൊ ലോഗ് ടു കോൺസ്റ്റന്റ് ആണ്. sin x ന്റെ ഡിഫറൻഷ്യൽ എന്താ? cos x ആണ്. അപ്പൊ എന്താ വരിക? dv by dx is equal to v into അല്ലേ cos x into log 2. ഓക്കെ, അപ്പൊ dv by dx എന്താ വരിക? dv by dx is equal to v ക്ക് പകരം എന്ത് കൊടുക്കാം? v ക്ക് പകരം എന്ത് കൊടുക്കാം? 2 raised to sin x into ആരൊക്കെ ഉണ്ട്? cos x ഉണ്ട്, പിന്നെ ആരുണ്ട്? ഒരു log 2 ഉണ്ട്. ഇക്വേഷൻ നമ്പർ എത്രയാ? 3. ഇക്വേഷൻ നമ്പർ എത്രയാ? 3. ബുദ്ധിമുട്ടുണ്ടാ? കൂടെ ചെയ്ത് വരുന്നതാണ് കരുതുന്നത് കേട്ടാ. കൂടെ ഫോളോ ചെയ്ത് പോകുന്നോളാം. ഈ ചോദ്യം കഴിയാറായി. ആ ലോഗ് ടൂവില് പ്രൊഡക്റ്റ് വെക്കാത്തതിൽ എതിർപ്പില്ലല്ലോ. ഇവിടെ പ്രൊഡക്റ്റ് വെക്കാണ്ട് പറ്റുമോ? പറ്റില്ല. കാരണം എന്താ? എക്സ് വേരിയബിൾ ആണ്, ലോഗ് എക്സും എന്താണ്? വേരിയബിൾ ആണ്. രണ്ടും വേരിയബിൾ ആണ് അല്ലെ? എന്താണ്? രണ്ടും വേരിയബിൾ ആണ്. അപ്പൊ അവിടെ എന്ത് വെക്കാണ്ട് തരമില്ല? പ്രൊഡക്റ്റ് വെക്കാണ്ട് തരമില്ല. ഇവിടെ എന്തുകൊണ്ട് പ്രൊഡക്റ്റ് വെച്ചില്ല? ഇവിടെ അത് ലോഗ് ടു ഈസേ ഇനി പ്രൊഡക്റ്റ് വെച്ചാൽ തെറ്റൂല. പ്രൊഡക്റ്റ് വെച്ചാൽ നിങ്ങൾ എങ്ങനെ എത്തും? ഇവിടെ ചെയ്ത് കിട്ടിയ ഈ ഉത്തരത്തിലേക്ക് തന്നെ എത്തും. ഇത് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. കാരണം ലോഗ് ടുവിന്റെ ഡിഫറൻസ് എത്ര വരും? 0 വരും അല്ലെ? അപ്പൊ ആ സെക്കൻഡ് ടൈം കംപ്ലീറ്റ് എന്താ? അത്രയുള്ള സംഗതി. അപ്പൊ ഏത് ഇക്വേഷനായി? ഇക്വേഷൻ നമ്പർ 3 ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ? dy by dx അല്ലെ? പ്രതിക്ക് എഴുതാം. dy by dx അപ്പൊ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? dy by dx കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മുടെ ഇക്വേഷൻ നമ്പർ എന്തുണ്ട്? 1 ഉണ്ട് അല്ലെ? ഇക്വേഷൻ നമ്പർ 1 എന്താ നമ്മുടെ ഉള്ളത്? ആ ഇക്വേഷൻ നമ്പർ 1 മാഷം ഇങ്ങോട്ട് എടുത്ത് എഴുതുന്നുണ്ട്. എന്താ? dy by dx എന്ന് പറയുന്നത് ആരൊക്കെയാ? du by dx ന്ന് ഏത് കുറയ്ക്കുക? dv by dx കുറയ്ക്കുക. അപ്പൊ dy by dx is equal to du by dx. ഇവിടെ ഇക്വേഷൻ അല്ലെ? ഇക്വേഷൻ നമ്പർ 1 ഉണ്ട് സാർ. 1 2 എന്താ? x raised to x into 1 plus log x അല്ലെ minus dv by dx. dv by dx ഇവിടെ ഉണ്ട് സാധനം എന്താ? 2 raised to sin x into ആരാ? cos x into ആരാ? log 2. വേറെ ഒന്നും ചെയ്യണ്ട, ഇതുവരെ ചെയ്താൽ മതി. കുഴപ്പമില്ലല്ലോ. ക്ലിയർ അല്ലേ? സംശയം കറക്റ്റ് അല്ലേ? തെറ്റുണ്ടോ? ഇല്ലോ? ഒന്ന് ചെക്ക് ചെയ്യാന്നാലോ അല്ലെ? ഉത്തരം ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും എന്ത് ചെയ്യുക? ചെക്ക് ചെയ്യുക കേട്ടോ. എപ്പോഴും ചെക്ക് ചെയ്യുക. നമുക്ക് കറക്റ്റ് ആണോ പേടിക്കണ്ട. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. പക്ഷെ ഒന്ന് നടക്കാം. ഏതെങ്കിലും സ്റ്റെപ്പുകളും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ആദ്യത്തെ സംശയം ചോദിക്കുക കേട്ടോ. സംശയം ഉണ്ടെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. അല്ലെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. അവസാനം ഇത് കുളമായി ഈ സാധനം. ഡൗട്ടാണെങ്കിൽ പറയാം. അത് പ്രൊഡക്റ്റ് വെച്ചതാണോ? ഇത് പ്രൊഡക്റ്റ് വെച്ച് നോക്കിയതാ. ഇത് പ്രൊഡക്റ്റ് വെച്ച് നോക്കുമ്പോൾ എന്താ പറയാ? ഫസ്റ്റ് ഫംഗ്ഷൻ എന്താ? സൈൻ എക്സ്. സെക്കൻഡ് ഫംഗ്ഷൻ ഡിഫറൻഷ്യൽ എന്താ? 0 അല്ലേ? പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ആരാ? log 2. ഫസ്റ്റ് ഫംഗ്ഷൻ ഡിഫറൻഷ്യൽ ആരാ? cos x. അപ്പൊ ഈ ടൈം എന്തായാലും 0 ആയി പോയി. ഈ ടൈം എന്തായാലും 0 ആയി പോയി. അപ്പൊ log 2 into cos x. log 2 into cos x എന്ന് പറഞ്ഞാൽ cos x. ഇത് വേണമെങ്കിൽ എന്ത് ചെയ്യാം? വേണമെങ്കിൽ എന്താണ് ചെയ്യണ്ട? ചെയ്താലും ചെയ്തില്ലൊക്കെ ഇതൊക്കെ ഒരു ഭംഗിയുടെ ഭാഗമായിട്ട് ഇടുന്നതാണ് കുറച്ചുകൂടെ എന്ത് ഭംഗി. അതാണ് നമ്മളെല്ലാം പുറത്തേക്ക് എടുക്കാറ്. ഇനി ഉള്ളിലേക്ക് ഇട്ടോ കുഴപ്പമില്ല. അപ്പൊ ഷെയർ ചെയ്തപ്പോ മറ്റേ ചോദ്യം ചെയ്തപ്പോൾ ഉള്ളിലേക്ക് എടുത്തിട്ടു അല്ലെ? പക്ഷെ പറഞ്ഞിരുന്നത് കുറെ പേര് ചെയ്ത് നമ്മള് ഒരു ഭംഗി നോക്കി നിർത്തുന്നതാ. പ്ലസ് NCERTയുടെ ഉത്തരം എവിടെ കിടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് പെർഫെക്റ്റ് ആയിക്കോട്ടെ വെച്ചിട്ട് അങ്ങനെ ഇടണം. ഉള്ളിലേക്കൊക്കെ ഇടാം. എങ്ങോട്ട് വേണമെങ്കിൽ ചെയ്ത് കൊണ്ടുപോകാതെ സിംപ്ലിഫിക്കേഷൻ ചെയ്യാം. പക്ഷെ എന്ത് ചെയ്യരുത്? മാത്സിൽ എത്തിക്കരുത്. അത്ര കണ്ടീഷനുള്ളൂ. മാത്സ് പോരുത്. വേറെ എന്തോരം ഉള്ളിലേക്ക് പോക്കറ്റ് എടുക്കണ്ടോ? അവിടെയൊക്കെ കിട്ടിയാ? സെറ്റായാ? പ്രധാനം പറഞ്ഞിരിക്കാൻ വേണ്ടി വരെ മനസ്സിലായോ? ഡൗട്ട് ചോദിച്ചോ? ഏതാ? ഉള്ളിലേക്ക് എടുക്കുന്നത് ഇതാണ് വിഷയം. എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം, ഒന്നും പ്രശ്നമില്ല. പക്ഷെ എടുക്കുമ്പോൾ തെറ്റിക്കായിരിക്കും മാത്രം. അപ്പൊ അത് കഴിഞ്ഞു. 5 ചെയ്തിട്ടുണ്ടോ നമ്മള്? 6 ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇത് 3 7 മാത്രം ചെയ്തല്ലേ? അതൊരു കാര്യം ചെയ്യാം. തൽക്കാലം 6 ചെയ്യാം. ചെയ്യാൻ സുഖമുള്ള സമയം ചെയ്യാം. 6 ചെയ്യാം. 6 കാലം തുടങ്ങുന്നുണ്ടല്ലേ? 6 ചെയ്യാം. y equal to x plus 1 by x all raised to x. ആറാമത്തെ ചോദ്യം കേട്ടോ. y equal to
y ഈക്വൽ ടു എക്സ് പ്ലസ് സംസാരം കുറച്ച് മഴ പെയ്ത ക്യാമ്പിൽ സംസാരിക്കുക 1/x ഓൾ റേസ് ടു നമുക്ക് ചെയ്യുമ്പോൾ സംസാരം കേട്ടോ അവിടെ നടക്കുമ്പോൾ സംസാരിച്ചോ പ്ലസ് എക്സ് റേസ് ടു 1 പ്ലസ് 1/x എന്താണ് ഒരു സാധനമാണ് വന്ന് കയറിയത്. അപ്പോ അത് എന്താണ് അല്ലേ? അപ്പൊ എക്സ് പ്ലസ് 1/x ഓൾ റേസ് ടു എക്സ് അവിടെ ശ്രദ്ധിക്കുക, ബോയ്സ് ശ്രദ്ധിക്കുക, അക്ഷരകം ശ്രദ്ധിക്കുക. എക്സ് റേസ് ടു 1 പ്ലസ് 1/x. എത്ര ഫംഗ്ഷൻസ് ഉണ്ട്? 2 ഫംഗ്ഷൻസ് ഉണ്ട് അല്ലെ? എത്ര ഫംഗ്ഷൻസ് ഉണ്ട്? 2 ഫംഗ്ഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് dy ബൈ dx ആണ് കാണേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ലെറ്റ് u is equal to x plus 1/x all raised to x. ഇതിൽപ്പില്ലല്ലോ, u നമ്മൾ അങ്ങനെ എടുക്കുകയാണ്. v equal to x raised to ആരാണ്? 1 plus 1/x. ചോദ്യം കറക്റ്റ് ആണോ നോക്കട്ടെ കേട്ടോ, ചോദ്യം തെറ്റിയാ പോയി. 1 plus 1/x all raised to x, x raised to 1 plus 1/x. ഓക്കെ, ചോദ്യം തെറ്റില്ല ഭയങ്കര പ്രശ്നം. കഴിഞ്ഞ പോലെ ഇതൊക്കെ ചെയ്തിട്ടേ ഇവിടെ തന്നെ ആദ്യം ചോദ്യം എന്ത് ചെയ്യും? തെറ്റിച്ചിടും. എന്നിട്ടൊരു അരമണിക്കൂർ എന്ത് ചെയ്യും? ഒരു കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായത് 4-5 പ്രാവശ്യം ഉണ്ടായത് ഇന്റഗ്രേഷൻ ചെയ്യുമ്പോഴേ. പിന്നെ ഞാൻ ആ ചോദ്യം നമ്മൾ ചെയ്യുമ്പോണ്ടായി അത് നമ്മളധികം അധികം ഉണ്ടായിട്ടില്ല. ഇത് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഉണ്ടായിട്ട് വയ്ക്കുന്നുണ്ട്, ഇടയ്ക്ക് ഉണ്ടാവാറുണ്ട് ചോദ്യം തെറ്റി എഴുതിയിട്ട്. ഇതിൽ ചോദ്യം ചെയ്ത് എന്താ പ്രശ്നം അറിയും? നമ്മൾ കുറെ എന്ത് ചെയ്യും? ചെയ്തു പോകും. അവസാനം അവിടെ ഉത്തരത്തിലേക്ക് എത്തില്ല, ടെക്സ്റ്റിൽ ഉത്തരത്തിലേക്ക് എത്തില്ല. അപ്പോൾ അവസാനമാണ് ചോദ്യം മാറിയിട്ടാവുക. അപ്പൊ പിന്നെ ആദ്യം മുതൽ ചെയ്യേണ്ടി വരും. യു ബി നമ്മൾ മാർക്ക് ചെയ്തു, ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ എന്ത് ചെയ്യാം? നമുക്ക് എങ്ങനെ എഴുതാം? y ഈക്വൽ ടു ആരാ? u പ്ലസ് ബി. എതിർപ്പല്ലോ, അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക അല്ലെ? അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താ വരിക? dy ബൈ dx ഈക്വൽ ടു du ബൈ dx പ്ലസ് ആരാ? dv ബൈ dx. അപ്പൊ ആദ്യം മാഷ് യു എടുത്ത് മാർക്ക് ചെയ്യണം. യു ഈക്വൽ ടു എന്താണ്? എക്സ് പ്ലസ് 1/x ഓൾ റേസ് ടു എക്സ്. യു മാർക്ക് ചെയ്തു. അപ്പൊ ഇത് ഫംഗ്ഷന്റെ പവർ ആയിട്ട് വേരിയബിൾ ഒക്കെയാണ് വരുന്നത്. അപ്പൊ 2 ഭാഗം എന്താ അപ്ലൈ ചെയ്യാം? ലോഗ് അപ്ലൈ ചെയ്ത് എഴുതാം. അപ്പൊ എന്ത് വരും? ലോഗ് യു ഇസ് ഈക്വൽ ടു ലോഗ് ഓഫ് എക്സ് പ്ലസ് 1/x ഓൾ റേസ് ടു എക്സ്. ഓക്കെ, അപ്പൊ ഇത് ഏത് ഫോർമാറ്റിലാണ് നിൽക്കണേ? ലോഗ് എ റേസ് ടു ബി. ഏത് ഫോർമാറ്റിലാ? ലോഗ് എ റേസ് ടു ബി. ലോഗ് എ റേസ് ടു ബി നമുക്കറിയാം. എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക? ബി ഇൻറ്റു ലോഗ് എ. ബിയുടെ പൊസിഷനിൽ ആരാ? ബിയുടെ പൊസിഷനിൽ ആരാ? എക്സ് ആണ്. അപ്പൊ എക്സ് ഇൻറ്റു ലോഗ് എ. എയുടെ പൊസിഷനിൽ ആരാ? എക്സ് പ്ലസ് 1/x. അപ്പൊ ഈ രീതിയിലാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യണം അല്ലെ? ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ കയ്യിൽ എന്ത് റൂൾ ഉണ്ട്? പ്രൊഡക്റ്റ് റൂൾ ഉണ്ട് അല്ലെ? ഡിഫറൻഷിയേറ്റ് ചെയ്യണം എന്ത് റൂൾ ഉണ്ട്? പ്രൊഡക്റ്റ് റൂൾ ഉണ്ട്. അപ്പൊ ലോഗ് യുവിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താ വരിക? 1/u ഇൻറ്റു du ബൈ dx. ഓക്കെ, ഇനി ഇവിടെ പ്രൊഡക്റ്റ് വയ്ക്കണം അല്ലെ? പ്രൊഡക്റ്റ് വയ്ക്കുമ്പോൾ എന്താ? എക്സ് അതെന്ത് ഫംഗ്ഷനാ? ഫസ്റ്റ് ഫംഗ്ഷൻ. ലോഗ് എക്സ് പ്ലസ് 1/x അതെന്ത് ഫംഗ്ഷനാ? സെക്കൻഡ് ഫംഗ്ഷൻ. ഇനി ചെയ്യാൻ പറ്റേ ഇവിടെ വരെ കഴിഞ്ഞ. ഇനി നന്നായി ശ്രദ്ധിക്കുക. ആദ്യം ഏത് ഫംഗ്ഷനാ? ഫസ്റ്റ് ഫംഗ്ഷൻ. ആദ്യം ഏത് ഫംഗ്ഷനാ? ചെയ്യാൻ പറ്റുന്നവിടെ ശ്രദ്ധിക്കുക. ഫസ്റ്റ് ഫംഗ്ഷൻ. ഇനി എന്താ അവിടെ വേണ്ടത്? ഡിഫറൻഷ്യൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. അപ്പോൾ ശ്രദ്ധിക്കുക, ചെയ്യാൻ പറ്റേ സെക്കൻഡ് ഫംഗ്ഷൻ എന്താ? ലോഗ് എക്സ് പ്ലസ് 1/x അല്ലെ? അപ്പൊ ഇതിന്റെ ഡിഫറൻഷ്യൽ എന്ന് പറഞ്ഞാൽ ആദ്യം ആരുടെ ഡിഫറൻഷ്യലാ? ലോഗിന്റെ ഡിഫറൻഷ്യൽ. ലോഗിന്റെ ഡിഫറൻഷ്യൽ എന്താ? നമുക്കറിയാം 1/x. പക്ഷെ എക്സിന് പകരം ആരാ? എക്സ് പ്ലസ് 1/x. ഇത്രയും സാധനങ്ങൾ ഉണ്ട് അല്ലെ? ഉണ്ടോ മക്കളെ? അപ്പൊ ലോഗിന്റെ ഡിഫറൻഷ്യൽ 1/x പ്ലസ് 1/x ഇൻറ്റു അല്ലെ? ഇനി ആരുടെ ഡിഫറൻഷ്യലാ? എക്സ് പ്ലസ് 1/x ന്റെ ഡിഫറൻഷ്യൽ ഇൻറ്റു എഴുതണം. എക്സിന്റെ ഡിഫറൻഷ്യൽ എന്താ? 1. 1/x ന്റെ ഡിഫറൻഷ്യൽ എന്താ? മൈനസ് 1/x സ്ക്വയർ ആണോ? അപ്പൊ മൈനസ് 1/x സ്ക്വയർ. ഇത്രയും സാധനങ്ങൾ അവിടെ കയറും, എഴുതാൻ പറ്റേ. അപ്പൊ എക്സ് എന്താ? ഫസ്റ്റ് ഫംഗ്ഷൻ. ഫസ്റ്റ് ഫംഗ്ഷൻ എഴുതി. ഡിഫറൻഷ്യൽ ഓഫ് സെക്കൻഡ് അതെന്താ? ലോഗ്. ലോഗ് എക്സിന്റെ ഡിഫറൻഷ്യൽ എന്താ? 1/x. അപ്പൊ ലോഗ് ഈ സാധനത്തിന്റെ ഡിഫറൻഷ്യൽ എന്താ? 1 ഈ സാധനം. അപ്പൊ എന്താ എഴുതണ്ടേ? 1/x പ്ലസ് 1/x ഇൻറ്റു. ഇനി ലോഗിന്റെ ഉള്ളിലുള്ള ഒരു സാധനം ഉണ്ട് അല്ലെ? എക്സ് പ്ലസ് 1/x. അതിന്റെ ഡിഫറൻഷ്യൽ എക്സിന്റെ ഡിഫറൻഷ്യൽ എന്താ? 1. അപ്പൊ അത് മാർക്ക് ചെയ്തു. 1/x ന്റെ ഡിഫറൻഷ്യൽ എന്താ? മൈനസ് 1/x സ്ക്വയർ. അത് മുകളിലടിയില. ആ ബ്രാക്കറ്റ് മൊത്തം മുകളിലാണ്. പിടികിട്ടണ്ട. കുറച്ച് കാര്യങ്ങൾ അവിടെ ശ്രദ്ധിക്കണം കേട്ടോ, അല്ലെങ്കിൽ തെറ്റും. അപ്പൊ എന്ത് വന്നു? എക്സ് പ്ലസ് അല്ല എക്സ് ഇൻറ്റു
എക്സ് പ്ലസ് 1/x ഇൻറ്റു 1 മൈനസ് എക്സ് സ്ക്വയർ. അപ്പൊ ഏത് കഴിഞ്ഞു? സെക്കൻഡ് ഫംഗ്ഷന്റെ ഡിഫറൻഷ്യൽ കഴിഞ്ഞു. ഇത്രയും കഴിഞ്ഞിട്ട് പ്ലസ് ഏത് ഫംഗ്ഷനാ? ഫസ്റ്റ് ഫംഗ്ഷൻ ആണോ? സെക്കൻഡ് ഫംഗ്ഷൻ ആരാ? ലോഗ് എക്സ് പ്ലസ് 1/x ഇൻറ്റു ഡിഫറൻഷ്യൽ ഓഫ് ആരാ? സെക്കൻഡ് കൂടെ ശ്രദ്ധിക്കാൻ വേണ്ടി കലപിക്കല്ലേ. അപ്പൊ എന്താ വരിക? ഫസ്റ്റ് ഡിഫറൻഷ്യൽ എന്താ? എക്സ് ആണ്. ഡിഫറൻഷ്യൽ എന്താ? ശരിയാണ് 1. അപ്പൊ ഇത് വേറെ എഴുതണ്ടല്ലോ. അപ്പൊ അത്രയും കാര്യങ്ങൾ അവിടുന്ന് തന്നെ നമുക്ക് അതിൽ വരുന്നുണ്ട്. നെക്സ്റ്റ് എന്ത് ചെയ്യണം? അതിന് നമുക്ക് ഒന്ന് റെഡി ആക്കി എടുക്കണം അല്ലെ. അപ്പൊ 1/u ഇൻറ്റു അങ്ങോട്ട് കൊണ്ടുപോകണില്ല കാലം, കാരണം ഇപ്പുറത്ത് തന്നെ കുറച്ച് പണികൾ എന്താണ് ഫിനിഷ് ചെയ്യാനുണ്ട് അല്ലെ. അപ്പൊ എക്സ് മാഷ് ആദ്യം എഴുതി, നന്നായി ശ്രദ്ധിക്കാൻ, എഴുതാൻ വരട്ടെ തൽക്കാലം. ഇത് അടിയിലിട്ട് ക്രോസ് ചെയ്യാം ഈ സാധനം. അപ്പൊ എന്താ വരിക? 1/x ഇൻറ്റു എക്സ്. ഇവിടെ ഒരു 1 ഇട്ട് കൊടുക്കുക. എക്സ് ഇൻറ്റു എക്സ് എന്താ പറയടാ? എക്സ് സ്ക്വയർ. 1 ഇൻറ്റു 1 എന്താ? പ്ലസ് 1/1 ഇൻറ്റു എക്സ് എന്താ? എക്സ്. എതിർപ്പില്ലല്ലോ. ഇനി അപ്പുറത്തെ മുകളിൽ സാധനം കിടക്കട്ടെ. ഇത് ക്രോസ് ചെയ്ത് വെച്ചാൽ എക്സ് സ്ക്വയർ മൈനസ് 1 ആരാ? എക്സ് സ്ക്വയർ. ശരിയല്ലേ? 1 ഇൻറ്റു എക്സ് സ്ക്വയർ, എക്സ് സ്ക്വയർ. 1 ഇൻറ്റു 1 1/x സ്ക്വയർ പ്ലസ് ആരാ? ലോഗ് എക്സ് പ്ലസ് 1/x. സ്റ്റെപ്പ് ക്ലിയർ ആണോ? എതിർപ്പില്ലല്ലോ. എഴുതാൻ പറ്റേണ്ട ഇവിടെ ശ്രദ്ധിക്കും. കുറച്ച് ഇങ്ങനെ കാര്യങ്ങൾ എക്സ്ട്രാ വരുന്നതുകൊണ്ടാണ് ഇവിടെ ശ്രദ്ധിക്കാൻ പറയണം. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പക്ഷെ പറഞ്ഞില്ലല്ലോ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കാം. എത്ര അറിയുന്ന ആൾക്കാരായാലും ശ്രദ്ധിക്കാം. മക്കളെ ഈ എക്സ് എങ്ങോട്ട് പോകും? മോളിൽ പോകും അല്ലെ. ആ എക്സ് മോളിൽ പോയി കഴിഞ്ഞാൽ മോളിൽ ഓൾറെഡി ഒരു ആരുണ്ട്? എക്സ് ഉണ്ട്. അപ്പൊ ആ എക്സും എക്സും കൂടെ എന്താവും? പറയേ എക്സ് സ്ക്വയർ ആവും. പിന്നെ അടിയിൽ ആരുണ്ട്? എക്സ് സ്ക്വയർ പ്ലസ് 1 ഉണ്ട്. പിന്നെ ഈ എക്സ് സ്ക്വയർ എങ്ങനെ ഇറങ്ങി വരും? താഴേക്ക് എടുത്ത് എഴുതാം അല്ലെ. എക്സ് സ്ക്വയർ മൈനസ് 1 ആരാണ്? എക്സ് സ്ക്വയർ. എതിർപ്പുണ്ടാ? അങ്ങനെയല്ല ഫ്രാക്ഷൻ നിൽക്കണേ. മുകളിലുള്ള സാധനം അടിയിലേക്ക് വരില്ലേ? ബുദ്ധിമുട്ടുണ്ടാ? സംശയം ഉണ്ടായില്ലേ? അതായത് ഇങ്ങനെ, അതായത് 4 ഇൻറ്റു 1/3/5 എന്നാണെന്ന് കരുതുക അല്ലേ? ആണോ? ഇത് നമുക്ക് എങ്ങനെ എഴുതാം? 4/5 ഇൻറ്റു എത്രന്ന് എഴുതാം? 1/3 എഴുതാം. നോ പ്രോബ്ലം. അപ്പൊ ഈ സാധനം ഇത് മുകളിലെന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ കൊണ്ടുവരാം. നമുക്ക് അടിയിലേക്ക് എഴുതാം. പ്രശ്നം ഇല്ല. അതാണ് അതിന്റെ അൾജിബ്ര. അപ്പൊ ഏത് ക്യാൻസൽ ചെയ്യാം? പറയടാ. എക്സ് സ്ക്വയർ ക്യാൻസൽ ചെയ്യാം. മറ്റേതൊക്കെ എഴുതാൻ പറഞ്ഞിരിക്കോ? പ്ലസ് ലോഗ് എക്സ് പ്ലസ് 1/x. കുഴപ്പമില്ലല്ലോ. അപ്പൊ എന്താ വരിക? 1/u ഇൻറ്റു du/dx ഇസ് ഈക്വൽ ടു മുകളിലാരാ? എല്ലാവരും പറയിട്ട. മുകളിലാരാ? എക്സ് സ്ക്വയർ മൈനസ് 1. അടിയിലാരാ? എക്സ് സ്ക്വയർ പ്ലസ് 1 പ്ലസ് ലോഗ് എക്സ് പ്ലസ് 1/x അല്ലെ. എല്ലാ സ്റ്റെപ്പും പറയുന്നുണ്ട് കേട്ടോ. എല്ലാവർക്കും പഠിക്കാവുന്നേ ഉള്ളൂ കേട്ടോ. എല്ലാ സ്റ്റെപ്പും പെടുന്ന എല്ലാ സ്റ്റെപ്പും ഡീറ്റെയിൽ ചെയ്ത് പറയേണ്ടത്. അതുകൊണ്ട് സ്റ്റെപ്പ് കൂടണേ. അത് പഠിക്കുക. എല്ലാ ചോദ്യം ചെയ്യണമുണ്ട്. നമുക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാവുന്നുള്ളൂ. ഇത് മാഷ് പഠിക്കാൻ പറയുന്നതിന്റെ കാര്യം എന്താ? ഇത് പഠിക്കാൻ പറയുന്നതിന്റെ കാര്യം ഇത് ഈ വർഷത്തേക്ക് മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടല്ല പറയണേ. ഇത് ഈ വർഷത്തേക്ക് മാർക്ക് കിട്ടണമെന്ന് ചോദിച്ചാൽ വേണം. മനസ്സിലാവണ്ട? ഈ വർഷത്തേക്ക് മാർക്ക് കിട്ടുമ്പോ വേണം. ഇതൊക്കെ ആവശ്യം വരും. മനസ്സിലായ പറയുന്നത്? പക്ഷെ നമ്മൾ ഈ ഇത്രയും ഡീപ്പായിട്ട് പോണ രീതിയിൽ പഠിച്ചില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ മാർക്കൊക്കെ വേണമെങ്കിൽ സ്കോർ ചെയ്യാം. പ്രീവിയസ് ഒക്കെ ചെയ്ത് എന്തെങ്കിലും തട്ടിപ്പ് കാണിച്ചിട്ട് മാർക്ക് കിട്ടും. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. മനസ്സിലാവണ്ട? കാൽക്കുലസിന്റെ സെക്ഷൻ എന്താ അത്യാവശ്യം ഒരു എബവ് ആവറേജിൽ പഠിക്കുന്ന ആൾക്കാർ, ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യണം? ഇവിടെ നിങ്ങൾ അടുത്ത കൊല്ലം ഇവിടെ ഇറങ്ങി പോകുമ്പോൾ നിങ്ങൾക്ക് അടുത്ത എന്താ ആളുകൾക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റണം? കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു ലെവലെങ്കിലും ഉണ്ടാവണം. മനസ്സിലായ പറഞ്ഞത്? പടി കിട്ടണ്ട. വേറെ ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റണം? വീടിന്റെ അടുത്ത് 4 പിള്ളേർ വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റണം? പറഞ്ഞു കൊടുക്കാൻ പറ്റണം. അത്രയൊരു സ്ട്രോങ് ആയിട്ടുള്ള ബേസ് ഉണ്ടാവണം. ആ ബേസ് നിർബന്ധമാണ്. ആ ബേസ് ഉണ്ടാവാൻ പറ്റുന്നതിന്റെ കാരണം എന്താ? അപ്പോഴാണ് നിങ്ങൾ മുകളിലേക്കുള്ള എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക്, കാൽക്കുലസ് ഉള്ള കോഴ്സുകളിലേക്ക് പോയാൽ എന്താവുള്ളൂ? നിങ്ങൾക്ക് പ്രശോഭിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്താ? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇന്നലെ മാഷിനൊരു ഫ്രണ്ട് കാണാൻ പോകുന്നുണ്ടായിരുന്നു. ഞാനൊരു 5-6 കൊല്ലം മുന്നേ പഠിപ്പിച്ചതാ. ഇന്നലെ ഒരു ട്യൂഷന്റെ കാര്യം സംസാരിക്കാൻ വന്നു. അപ്പൊ അങ്ങനെ വന്നപ്പോ ആള് പറയാ, ആള് ഈ +2 കഴിഞ്ഞിട്ട് ITI പോയി. പിന്നെ എന്താ വേറെ എന്തൊരു കോഴ്സൊക്കെ ഈ ട്രേഡുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു കോഴ്സാണ്. ഒരു കപ്പലിന്റെ ഒക്കെ ഓരോ പണികളൊക്കെ ഇല്ലേ, അങ്ങനത്തെ ഒരു കോഴ്സിന് പോയതാ. അപ്പൊ ആള് പറയാ കാൽക്കുലേഷൻ ഉണ്ടെന്ന് പറയാ. അപ്പൊ കൂടെ വരുന്ന ആൾക്കാർക്കൊന്നും എന്താണ് ഒരു കുന്തോ അറിയില്ല. ഹ്യൂമാനിറ്റീസ് കൊമേഴ്സിനൊക്കെ വന്നിട്ടുള്ള കുറെ ആൾക്കാരുണ്ട്. അവിടെ തോൽക്കുന്നു. അവൻ പറഞ്ഞത് ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ 7% പാസ് പെർസെന്റേജ് ഉള്ളൂ. 7%. ബാക്കിയുള്ളവരൊന്നും ജയിക്കുന്നില്ല അങ്ങനത്തെ കുട്ടികൾ.
കാരണം എന്താ, ഈ സംഗതി വരുന്ന സമയത്ത് എന്താ അവർക്ക് എന്ത് കിട്ടണില്ല, കാൽക്കുലസ് ചെയ്യാൻ കിട്ടണില്ല. മനസ്സിലാവണ്ട? അപ്പൊ മാഷ പറഞ്ഞു പറഞ്ഞ എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരൊറ്റ മാർക്കിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു പരീക്ഷ പാസ്സാവാൻ വേണ്ടിയിട്ടല്ല മുകളിലേക്ക് പഠിച്ചു പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നെ ഈ കീമോ നീറ്റിന് വേണ്ടി വരുന്നതാണോ അല്ലെ, എഞ്ചിനീയറിംഗ് മേഖലയിലേക്ക് പോകണമെങ്കിൽ എന്താ, ഈ സാധനം എന്താക്കിയിട്ട് നിർത്തുക, സ്ട്രോങ് ആക്കിയിട്ട് നിർത്തണം. തമാശ പറയല്ല, അത് നിങ്ങൾക്ക് അതിന്റെ ഉപകാരം കിട്ടും. നമ്മൾ ഈ ചെയ്ത് കൂട്ടണതിന്റെ ഉപകാരം നിങ്ങൾക്ക് എന്താ, മുകളിലേക്കുള്ള കോഴ്സുകൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മാഷിന് ഓർമ്മ വരും, അത് ഉറപ്പാണ്. അതിന്റെ ഒരു വ്യത്യാസം അവിടെ ഉണ്ടാവും പഠിച്ചിട്ടുണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ എന്താ, നിങ്ങൾക്ക് കണ്ടുകൊണ്ടാവില്ല കൊണ്ടുകൊണ്ടാവില്ല. അതുകൊണ്ട് കൃത്യമായിട്ട് എന്ത് ചെയ്യാം, ഇത് പഠിച്ചോളൂ. du/dx is equal to ആരെ അങ്ങോട്ട് കൊണ്ടുപോവാം, ഇനി ആരെ അങ്ങോട്ട് കൊണ്ടുപോവാം, യുവിനെ അങ്ങോട്ട് കൊണ്ടുപോവാം അല്ലെ. u into x² minus 1 divided by x² plus 1 plus log x plus 1/x. ഇനി ആ യുവിന് പകരം എന്ത് ചെയ്യുക, നമ്മുടെ സാധനങ്ങൾ എഴുതി കൊടുക്കുക അല്ലെ. യു എന്താ മക്കളെ, യു എന്താ, x plus 1/x all raised to x into x² minus 1 by x² plus 1 plus log x plus 1/x. ഇക്വേഷൻ നമ്പർ 1. ചോദ്യത്തിന്റെ ഒരു പകുതി എത്തിയിട്ടുള്ളൂ അല്ലെ. എളുപ്പങ്ങൾ ചെയ്ത് തീർത്താൽ പിന്നീട് ബുദ്ധിമുട്ടുള്ളത് എന്ത് ചെയ്യാം, നമുക്ക് അവസാനത്തേക്ക് വയ്ക്കാം. അപ്പൊ du/dx equal to x plus 1/x all raised to x into x² minus 1/x² plus 1 plus log x plus 1/x. ഇക്വേഷൻ നമ്പർ 1. അത് വരെ സെറ്റ് ചെയ്തേ, അത് വരെ ക്ലിയർ ചെയ്തിട്ട് അപ്പൊ അതിന്റെ പണി കഴിഞ്ഞു. അവിടെ ചെയ്യാൻ സ്ഥലം ഉണ്ടാവില്ല. ഈ സെക്ഷൻ മാറ്റും കേട്ടോ, ഈ സെക്ഷൻ മാറ്റും. അപ്പൊ അത് വേഗം ചെയ്തേ, സ്റ്റെപ്പുകളും മനസ്സിലാക്കിയിട്ട് ചെയ്യാട്ടോ. ഓരോ സ്റ്റെപ്പ് എഴുതുമ്പോൾ എന്താ മാഷ് പറഞ്ഞത്, എന്താ അതിന്റെ ഐഡിയാസ് എന്താണ് മനസ്സിലാക്കിയിട്ട് ചെയ്തോ. വെറുതെ വഴിപാട് പഠിച്ചുകൊണ്ടൊന്നും കാര്യമില്ല. വെട്ടുകൂട്ടൊന്നും ഇല്ല ഞാൻ നോക്കുമ്പോൾ എഴുതി പഠിച്ചത് ഒക്കെ പെർഫെക്റ്റാ എല്ലാവരുടെയും. മനസ്സിലായിട്ട് തന്നെയാണ് അതൊക്കെ ചെയ്യുന്നത്. മനസ്സിലാക്കിയിട്ട് ചെയ്താൽ റിസൾട്ട് ഉണ്ടാവുന്നുണ്ടോ. ഈ സെക്ഷൻ മാറ്റിയത് കേട്ടോ. ഇനി എന്നിട്ട് സാധനം എടുത്തുകൊണ്ടിരാനുള്ള വി അടുത്ത് ചെയ്യട്ടെ, ആയിട്ടില്ല. വി എടുത്ത് എടുത്തിട്ട് വി ആണ് ചെയ്യാനുള്ളത്. വി ഈക്വൽ ടു x raised to 1 plus 1/x, x raised to 1 plus 1/x. ഏതെങ്കിലുമൊക്കെ രീതി ചെയ്യാം. അപ്പൊ v ഈക്വൽ ടു എന്താ, x raised to 1 plus 1/x. കെമിസ്ട്രി ചോദിക്കണം കേട്ടോ. ഇത് ചോദിച്ചിട്ട് കിട്ടാത്തവർക്ക് അടി ഉറപ്പാണ് കേട്ടോ. കുറച്ച് ദിവസമായി രക്ഷപ്പെട്ട് പോകണം. ആഷ്ലി പഠിച്ചിട്ടില്ല കേട്ടോ. നാട്ടിലോടെ തന്നെ ആദ്യത്തെ ചോദ്യം. ഒരാളെ തല്ലം കിട്ടാണ്ട് നടക്കുക മാഷി.
ഇതിന്റെ വെരിഫിക്കേഷൻസ് അറിയാം. എന്തെങ്കിലും പറയും ഫസ്റ്റ് ഫംഗ്ഷൻ ഏതാ? എക്സ്. സെക്കൻഡ് ഫംഗ്ഷന്റെ ഡിഫറൻഷ്യല് 1/x + 1/x ഇൻറ്റു എന്ന് പറഞ്ഞിട്ടല്ലേ ഇത് വരിക, മറ്റേ ഡിഫറൻഷ്യൽ വരിക. അപ്പൊ ഇൻറ്റു ആയത് കാരണം മോളിൽ പറഞ്ഞത് മാത്രം പ്രശ്നം മനസ്സിലായില്ല. ഇത് ജസ്റ്റ് ഇൻറ്റു ഇട്ടിട്ട് എന്ത് ചെയ്യാ, ഈ സാധനം എഴുതിയാലും മതി. അപ്പൊ ക്രോസ് ചെയ്ത് വരുമ്പോ എങ്ങനെ വരും? ഈ സാധനം ഓൾറെഡി ഇങ്ങോട്ട് വരും, താഴേക്ക് തന്നെ വരും. ഒന്നുകൂടെ പറയാതെ സെക്കൻഡ് ഫംഗ്ഷൻ എന്താ, അല്ല ഫസ്റ്റ് ഫംഗ്ഷൻ എന്താ? എക്സ്. സെക്കൻഡ് ഫംഗ്ഷന്റെ ഡിഫറൻഷ്യല് x + 1/x ഇൻറ്റു ആകുമ്പോൾ ബ്രാക്കറ്റ് ഇട്ട് കൊടുത്ത് ഒറ്റയടിക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാം? 1 - 1 - x² എന്ന് വേണമെങ്കിൽ എഴുതാം. സൈന് മനസ്സിലായോ? നേരെ വേണമെങ്കിൽ എങ്ങനെ എഴുതാം? അപ്പൊ ഇത് ക്രോസ് ചെയ്ത് പിടിച്ച് വരുമ്പോ തന്നെ വരും, ഈ സ്റ്റെപ്പ് തന്നെ വരും. പ്രശ്നമില്ലല്ലോ. മുകളിലേക്ക് താഴേക്ക് പറഞ്ഞപ്പോ അത് കറക്റ്റ് ഫോർമാറ്റിൽ പറഞ്ഞത് മാത്രം. കാരണം ഇത് 1/x² + 1/x ഇല്ലേ, ഇങ്ങനെ എത്ര ലെയർ ഉണ്ട്? എത്ര ലെയറിന്റെ ഡിവിഷൻ ഇവിടെ? 2 ലെയറിന്റെ അല്ല, 2 ലെയറിന്റെ ഡിവിഷൻ അല്ലേ വരണേ? അതിൽ ഏത് ലെയറിന്റെ കൂടി എടുക്കണേ? ഇത് ആദ്യത്തെ ലെയറിന്റെ കൂടെയാണ് എടുക്കണം മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട്. ഈ എക്സ് മോളിൽ പോയത് മാത്രം, മോളിൽ പോയപ്പോ അത് x² ആയി. അപ്പൊ അതുകൊണ്ടാണ് അത് അങ്ങനെ പറഞ്ഞത്. വേറെ വ്യത്യാസമൊന്നുമില്ല. നിങ്ങൾക്ക് നേരിട്ട് നമ്മൾ സാധാരണ ചെയ്യാറുള്ള പോലെ എന്ത് ചെയ്യാം? ഇൻറ്റു ഇട്ടിട്ട് എന്ത് എഴുതുക? 1 - 1/x² എന്ന് എഴുതാന്ന്. പിടികിട്ടിയ? കൺഫ്യൂഷൻ ഇല്ലല്ലോ? മനസ്സിലായ പറഞ്ഞത്? കൺഫ്യൂഷൻ ഉണ്ടായില്ലേ? ആദ്യം ഫസ്റ്റ് ഫംഗ്ഷൻ ആരാ? എക്സ്. ഡിഫറൻഷ്യൽ ഓഫ് സെക്കൻഡ്, അപ്പൊ 1/x + 1/x ഇൻറ്റു എന്ന് പറഞ്ഞിട്ട് ഒറ്റയടിക്ക് തന്നെ ഏത് എഴുതാം? 1 + 1/x ന്റെ ഡിഫറൻഷ്യൽ എഴുതാന്ന്. കുഴപ്പമില്ലല്ലോ? ഓക്കെ ആണോ? കൺഫ്യൂഷൻ ഉണ്ടായില്ലേ? ക്ലിയർ ആക്കിയോളൂ കേട്ടോ. കൺഫ്യൂഷൻ ചോദിക്കുക, ചെയ്ത് പ്രാക്ടീസ് ചെയ്തോളൂ അത്. ഓക്കെ. ഇങ്ങനെ ഇടയിൽ എക്സ്ട്രാ സ്റ്റെപ്പ് എന്ത് ചെയ്യേണ്ട കാര്യമില്ല, ആഡ് ചെയ്യേണ്ട കാര്യം നിർബന്ധമില്ല. ഞാൻ മോളിൽ എഴുതിയ കാരണം ക്രോസിംഗ് ഒക്കെ ചെയ്ത കാരണം അങ്ങനെ എഴുതി പോകുന്നത് മാത്രം. അടിയിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ഈ x² + 1ന്റെ കൂടെയാണ് ആര് വരിക? x² + 1ന്റെ കൂടെയാണ് ആര് വരിക? x² വരിക മാത്രം. കണ്ടോ? അതാണ് അങ്ങനെ പറഞ്ഞത്. വേറെ നിങ്ങളെ ഡൗട്ടുകൾ നിങ്ങൾ ചോദിക്കുക കേട്ടോ. അതായത് ചോദിച്ചോളൂ, നല്ല മനസ്സിലാവുള്ളൂ. ഇനി അടുത്ത എന്താ? ബിക്ക് ഇറങ്ങട്ടെ. ബി നിങ്ങൾ ഞാൻ ചെയ്യാം അല്ലെ? സമയം കളയണ്ട. രണ്ട് ഭാഗത്ത് എന്താ അപ്ലൈ ചെയ്യാം? ലോഗ് അപ്ലൈ ചെയ്യാം. അപ്പൊ ലോഗ് ബി ഇസ് ഈക്വൽ ടു അല്ലെ, ലോഗ് ബി ഇസ് ഈക്വൽ ടു ലോഗ് ഓഫ് x റേസ് ടു 1 + 1/x അല്ലെ മക്കളെ? അപ്പൊ ലോഗ് ബി ഇസ് ഈക്വൽ ടു എന്താ വരിക? ലോഗ് a റേസ് ടു b. ലോഗ് a റേസ് ടു b എന്താ? b ഇൻറ്റു ലോഗ് a. അപ്പൊ b യുടെ പൊസിഷനിൽ ആരാ? 1 + 1/x ഇൻറ്റു ലോഗ് a. യുടെ പൊസിഷനിൽ ആരാ? x. യുടെ പൊസിഷനിൽ ആരാ? x. അപ്പൊ എന്ത് വരും? ലോഗ് x. കൺഫ്യൂഷൻ ഉണ്ടോ? ഡൗട്ട് നീ ചോദിക്കണം കേട്ടോ. ലോഗ് a റേസ് ടു b ആണ്. പ്രശ്നമില്ലല്ലോ? അല്ലെങ്കിൽ എനിക്ക് മനസ്സിലായോ? ഇതാണ് ഫോളോ ചെയ്യാൻ പറ്റുന്ന. അപ്പൊ എന്താ ചെയ്യാൻ പറ്റും മക്കളെ? പറഞ്ഞു. ലോഗ് b യുടെ ഡിഫറൻഷ്യൽ 1/v ഇൻറ്റു dv/dx is equal to അവിടെ അത് ചെയ്യണം അല്ലേ? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ അല്ലേ മക്കളെ? ഫസ്റ്റ് ഫംഗ്ഷൻ ആരാ? 1 + 1/x ഇൻറ്റു ഡിഫറൻഷ്യൽ ഓഫ് സെക്കൻഡ്. ലോഗ് x ന്റെ ഡിഫറൻഷ്യൽ 1/x പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ആരാ? ലോഗ് x ഇൻറ്റു ഫസ്റ്റിന്റെ ഡിഫറൻഷ്യൽ. ഫസ്റ്റ് ഡിഫറൻഷ്യൽ ആണ് 1 ന്റെ ഡിഫറൻഷ്യൽ എത്രയാ? 0. 1/x ന്റെ ഡിഫറൻഷ്യൽ എന്താ? -1/0 എഴുതണ്ടല്ലോ. -1/x എഴുതണ്ടേ? അപ്പോ b നെ കൊണ്ടുപോകില്ല. dv/dx 1/v * dv/dx is equal to ആദ്യം ഈ ബ്രാക്കറ്റ് ക്രോസ് വയ്ക്കട്ടെ. അപ്പൊ 1 × x x 1 × 1 1 1 × x x ഇൻറ്റു ഇവിടെ ആരുണ്ട്? ഒരു 1/x കാണാണ്ട്. ഇവിടെ ഒരു മൈനസ് ഇല്ലേ മക്കളെ? ഇവിടെ ശ്രദ്ധിക്കുന്നതായിട്ട് ഇവിടെ ഒരു മൈനസ് ഇല്ലേ? ആ മൈനസ് ഒന്ന് ഇടയ്ക്ക് നിൽക്കട്ടെ. ബാക്കി മുകളിൽ ആരുണ്ട്? ലോഗ് x ഉണ്ട്. അടിയിൽ ആരാ? x². അപ്പൊ 1/v ഇൻറ്റു dv/dx ഇവിടെ ശ്രദ്ധിച്ച് എഴുതാൻ പറ്റേ. x + 1 × 1 എന്താ വരും? x + 1 × 1 എന്താ? x + 1 x × x x² മൈനസ്
ലോഗ് എക്സ് ബൈ എക്സ് സ്ക്വയർ. ഒരു സ്റ്റെപ്പ് കൂടെ. അപ്പൊ 1/v into dv by dx is equal to ഇവിടെയും എക്സ് സ്ക്വയർ ഇവിടെയും എക്സ് സ്ക്വയർ. അപ്പൊ എന്ത് ചെയ്യാം? ഓൾ ബൈ തന്നെ അല്ലെ. എക്സ് പ്ലസ് 1 മൈനസ് ലോഗ് എക്സ് ഓൾ ഡിവൈഡഡ് ബൈ ആരാ? എക്സ് സ്ക്വയർ. അപ്പൊ ഈ സ്റ്റെപ്പ് കൂടെ ഫിനിഷ് ചെയ്യേണ്ട മാഷ്. v അങ്ങോട്ട് കൊണ്ട് കൂടെ. അപ്പൊ dv by dx equal to എന്താ വരിക? dv by dx equal to dv by dx equal to v into x plus 1 minus log x all divided by x square. ഇതെല്ലാം ക്ലിയർ അല്ലേ? ആ വീനെ എന്ത് ചെയ്തു? ഇവിടുന്ന് വീന അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ജസ്റ്റ് അത് ബ്രാക്കറ്റ് ഇട്ട് എഴുതി, അത്രേ ഉള്ളൂ. ഓക്കെ. ഇനി വിക്ക് പകരം എന്ത് കൊടുക്കാം? വിക്ക് പകരം എന്ത് കൊടുക്കാം? ഈ സാധനം കൊടുക്കാം അല്ലേ? പക്ഷെ കൂടെ എഴുതിയിട്ട് നിർത്താം. നിങ്ങൾ എഴുതിയിട്ടില്ല, കൂടെ എഴുതിയിട്ടില്ല. കൂടെ എഴുതേണ്ടത് ഒരുമിച്ച് എഴുതാം. dv by dx ആ vക്ക് പകരം മാഷിന്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനാണെങ്കിൽ ഇവിടെ ഉണ്ട് അല്ലേ? x raised to 1 plus 1 by x ഒരുമിച്ച് എഴുതാം കേട്ടോ. ആദ്യം ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവരെ ശല്യം ചെയ്തിരിക്കുന്നവരെ മറ്റുള്ളവർ മനസ്സിലാക്കാം കേട്ടോ. x plus 1 minus log x by x square ഇപ്പോഴത്തെ തന്നെ ചെയ്യണം. ഇക്വേഷൻ നമ്പർ 3 സെറ്റല്ലേ? അത് വൃത്തിക്ക് ചെയ്താൽ അതിന്റെ പണി കിട്ടും. ഇനി അതിലെന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാൻ വേണ്ടി. പറയും 2 ആണ് വരിക. അതെന്താ വെച്ച് കഴിഞ്ഞാല് മക്കളെ, അതായത് dy by dx ഇല്ലേ? dy by dx equal to du by dx plus d. അത് എത്ര കൊടുക്കുക? അത് കണ്ടു കൊടുക്കണം കേട്ടോ. ഇത് എത്ര കൊടുക്കുക? du by dx എത്ര കൊടുക്കുക? 2 കൊടുക്കുക. dv by dx എത്ര കൊടുക്കുക? 3 കൊടുക്കുക അല്ലേ? എന്നിട്ട് 2ഉം 3ഉം എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? 1ല് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എത്ര കണക്കായി നമ്മളെന്ത് ചെയ്യണം? എത്ര കണക്കായി ചെയ്യണം നോക്കിയാൽ രണ്ടെണ്ണമായിട്ടുള്ള സമയത്തിനായി 8 മണി കഴിഞ്ഞില്ലേ? 3/4 മണിക്കൂർ കഴിഞ്ഞു. എക്സസൈസിലെ മൊത്തം എത്ര കണക്കുണ്ടെന്ന് അറിയോ? 17 കണക്കുണ്ട്, അല്ല 18 കണക്കുണ്ട്. നമുക്ക് 16 ചെയ്യണം. ഒന്നും ആയിട്ടില്ല. സമയം പോണോണ്ട കണക്ക് ചെയ്യുമ്പോ. അപ്പൊ നന്നായിട്ട് പഠിക്കുക. കറക്റ്റ് ക്ലാസ്സിൽ വരിക കേട്ടോ. നല്ല പെർഫെക്റ്റ് ആവേണ്ടതാണ് പരീക്ഷയ്ക്ക്. ചെയ്യാൻ പറ്റുള്ളൂ. പരീക്ഷയ്ക്കും എയിം ആവണം. അത് കഴിഞ്ഞിട്ടുള്ള കോഴ്സുകൾക്കും ഫുൾ സെറ്റ് ആവേണ്ടത്. സ്ഥലത്ത് ചോരാൻ പാടില്ല. സെറ്റായ ഇനി അത് കംപ്ലീറ്റ് ചെയ്തോണെങ്കിൽ dy by dx കാണാൻ വലിയ ബുദ്ധിമുട്ടില്ലല്ലോ. രണ്ടും കൂടെ എടുത്ത് എഴുതാം. du by dx ഉണ്ട്, dv by dx ഉണ്ട്, രണ്ടും കൂടെ കൂട്ടി വയ്ക്കാം. അപ്പൊ എന്താ നമുക്കത് ഫിനിഷ് ചെയ്യാം. എങ്ങനെ ഫിനിഷ് ചെയ്യണ്ട? ഇക്വേഷൻ നമ്പർ 1 നമ്മുടെ ഉണ്ട് അല്ലേ? ഒന്നുകൂടെ എടുത്ത് എഴുതാം. പക്ഷേ dy by dx ആരാവുന്നതാണ്? du by dx
പ്ലസ് ആ മൈനസ് ആ പ്ലസ് ആണ് പ്ലസ് ഡി വി ബൈ ഡി എക്സ്. എല്ലാ സാധനം നമ്മുടെ കയ്യില് റെഡി ആയിട്ട് കിടക്കുന്നുണ്ട് അല്ലേ? ഇനി അത് അവിടെ വെറുതെ ഒന്ന് പോസ്റ്റ് ചെയ്ത് വെക്കേ വേണ്ടു അല്ലേ? അപ്പൊ എന്താ ഡി വൈ ബൈ ഡി എക്സ് അല്ലേ ഇസ് ഈക്വൽ ടു ഡി യു ബൈ ഡി എക്സിന് എന്ത് കൊടുക്കാം? എക്സ് പ്ലസ് 1 ബൈ എക്സ് ഓൾ റൈസ് ടു എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് 1 ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1 പ്ലസ് ലോഗ് എക്സ് പ്ലസ് 1 ബൈ എക്സ് അല്ലേ? ഇനി ആരാ പ്ലസ് എന്താ എക്സ് റൈസ് ടു 1 ബൈ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 1 മൈനസ് ലോഗ് എക്സ് ബൈ എക്സ് സ്ക്വയർ. വലിയ തല പറയ്ക്കുന്ന സാധനമൊന്നും ഇല്ല കേട്ടോ, ചെറിയ സാധനമാണ്, കുഴപ്പമില്ല അല്ലേ? വലിയ സയൻസ് ഒക്കെ പഠിക്കണ്ട ഒന്നുമില്ല, നഴ്സറി പിള്ളേർ ഇതൊക്കെ സംശയം ഉണ്ടാ? നിങ്ങളൊരു 10ാം ക്ലാസ് കുട്ടിയിലോട്ട് ഞാൻ അത് പഠിപ്പിച്ചു ആ നഴ്സറി ഒന്നല്ല, വേണ്ടവരെ 7ാം ക്ലാസ് കുട്ടിയിലോട്ട് അത് പഠിപ്പിച്ചു കൊടുക്കാൻ കേട്ടോ. 7ാം ക്ലാസ് ഇല്ലേ? എന്ത് അൽജീബ്രയില്ലേ? 7 അൽജീബ്രയില്ല പോരാ, വെറുതെ എന്റെ ഭാര്യ എന്നോട് പറയാറുണ്ട് ഭയങ്കര പൂജിക്കില്ലാന്ന് പറയാറുണ്ട്. അത് കാരണം അവളെ നീ പൂജിക്കാൻ പോകാറില്ല, അവളെ കിട്ടുന്നില്ല പൂജിക്കാറില്ല. എന്ന് വെച്ച് കഴിഞ്ഞാ അതൊരു വാസ്തവം. അതിന് ബേസ് ഭയങ്കര എന്താ പ്രശ്നം. കഴിഞ്ഞ വർഷമൊക്കെ കണക്ക് ചെയ്യുമ്പോ കറക്റ്റ് അറിയേണ്ടത് ബേസ് നല്ല പ്രശ്നമായിരുന്നു. പവർ കൂട്ടറിയില്ല, ഫ്രാക്ഷൻ ശരിക്കും ചെയ്യാൻ അറിയില്ല പലർക്കും, ഭയങ്കര ബുദ്ധിമുട്ട്. 7 വരെ അൽജീബ്ര പഠിപ്പിക്കുന്നില്ലേ? അപ്പൊ ഫ്രാക്ഷൻ ഒന്നും പഠിപ്പിച്ചോണ്ട് എഴുന്നാണ് 3 മാസം നമ്മൾ പഠിക്കണുണ്ടോ? മുന്നേ പഠിക്കണ്ട് CBSE അവരൊക്കെ പഠിച്ചിട്ട് മുന്നേ പഠിച്ചിട്ട് ഓർമ്മയുണ്ട്. CBSE അവർക്ക് പഠിക്കാണ്ട് അതിന്റെ കാണാണ്ട് ഇവിടെ തമാശ പറയല്ല, ബേസ് നല്ല പ്രശ്നമുണ്ട്. നിങ്ങൾക്ക് ഞാനൊരു കാര്യം പറഞ്ഞുതരാം, ശ്രദ്ധിക്കുക. നിങ്ങൾ ഞാൻ ചില കണക്കുകൾ തരുമ്പോഴേ നിങ്ങളെ കൊണ്ട് ചെയ്ത് മുട്ടിക്കാൻ പറ്റും എന്ന് തോന്നുന്ന കണക്കുകളാണ് എന്ത് ചെയ്യണേ നിങ്ങൾക്ക് തരണേ. അത് പലർക്കും ചെയ്ത് മുട്ടിക്കാൻ പറ്റുന്നതിന്റെ കാരണം എന്താ? ഡിഫറൻസിയേഷന്റെ ഫോർമുല അറിയാത്തൊന്നല്ല പ്രശ്നം. എന്താ കാരണം? അൾജീബ്രയുടെ സെക്ഷൻ പ്രശ്നം വരിക, ബ്രാക്കറ്റ് ഓപ്പണിങ്സ്, ഫ്രാക്ഷൻസ്, ഫ്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ, അങ്ങനത്തെ കേസുകളാണ് സംശയം വരണേ. അതാണ് ഈ ഉത്തരത്തിലേക്ക് എത്താത്തത്. അത് വലിയൊരു പ്രശ്നമാണ്. പുതിയ പ്രശ്നക്കാർ വന്നിട്ട് അവർക്ക് ഇതേ പ്രശ്നം തന്നെ ഉണ്ടാവും. കൂട്ടുമ്പോൾ കുറയ്ക്കുമ്പോഴൊക്കെ നല്ല പ്രശ്നം വരും. ഒരു ക്ലാസ് എടുത്തിട്ടുള്ളൂ, സെറ്റ് തീരല്ല എടുക്കണേ, പറയില്ല കുറച്ച് അതറിഞ്ഞു ആദ്യത്തിലറിഞ്ഞു. സെറ്റിൽ ആദ്യത്തെ ജോലി ഉണ്ട്, എന്താ സൊല്യൂഷൻ സെറ്റ് കാണാൻ പറഞ്ഞിട്ട് ക്വാഡ്രാറ്റിക് സോൾവ് ചെയ്യണ്ടേ. ബി സ്ക്വയർ മൈനസ് 4ac ബി സ്ക്വയർ മൈനസ് മൈനസ് 4ac ഇവിടെ ചെയ്ത് പോവാ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac ബൈ എത്ര 2a. ഈ ബൈ 2a പറഞ്ഞാൽ ബൈ എന്താണ്? ബൈ 2 ആയിട്ടാണ്. അടുത്ത സ്റ്റെപ്പ് ആയി എന്തായി? വാല്യൂസ് ഒക്കെ കൊടുത്ത് പിടിച്ചു വന്നപ്പോൾ എന്തായി? ഈ ബൈ എങ്ങോട്ട് മാത്രമായിട്ട് ഒതുക്കി. ഇത് മൊത്തമാണ് എന്ത് ബൈ വരണേ. അപ്പൊ ഇവര് കിട്ടിയാണ് ഉത്തരം തെറ്റാ, A+ കിട്ടാം ആക്ച്വലി. ഈ ബൈ ഇവിടെ ചുരുങ്ങി, ഇവിടേക്ക് ചുരുങ്ങി. അപ്പൊ ആൾക്ക് അത് ചെയ്തു പോയി, ഇങ്ങനെ ചെയ്തു പോവാ. ഇത് ശരിയാവോ? ഇത് ശരിയാവില്ല. ഇത് മൊത്തം എന്ത് ചെയ്യണം? വലിച്ചിടണം. ഞാൻ നിങ്ങളോട് ചില സമയത്ത് പറയാറുണ്ട്, ചില ആൾക്കാരോട് പറഞ്ഞിരുന്നു ഈ ഫ്രാക്ഷൻ അവിടെ ശ്രദ്ധിക്കണം, ചില ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കും. ചില ഫ്രാക്ഷൻ വലിച്ചിടുമ്പോൾ എന്ത് ചെയ്യണം? മൊത്തമുള്ള ഫ്രാക്ഷൻ ആണെങ്കിൽ നീട്ടി വരയ്ക്കണം. മനസ്സിലാവണ്ട? മൊത്തമുള്ള ഫ്രാക്ഷൻ ആണെങ്കിൽ എന്ത് ചെയ്യണം? നീട്ടി വരയ്ക്കാൻ വേണം. അല്ലെങ്കിൽ അത് നടുക്കിൽ പ്ലസ് മൾട്ടിപ്ലിക്കേഷൻ കേസിൽ അത് പ്രശ്നം വരില്ല. ഇപ്പൊ log x പ്ലസ് എക്സ് ബൈ 2 എന്ന് പറയുന്നത് log x പ്ലസ് എക്സ് ബൈ 2 എന്ന് പറയുന്നത് രണ്ട് സെയിം ആണോ? ഇത് രണ്ട് സെയിം അല്ല. ഇത് ഇപ്പൊ എല്ലാവർക്കും അറിയില്ല. അത് അപ്പൊ ചിലവർ എന്താ ചെയ്തു പോണ തരത്തിൽ എന്ത് ചെയ്യും? ഈ സാധനം ഇവിടെ എന്ത് ചെയ്യും? പകുതി ഇട്ടുണ്ടാവുള്ളൂ. ചെയ്തു പോണ സ്പീഡ് കൂടുമ്പോഴേ. അപ്പൊ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് എങ്ങനെ എഴുതും? log x ഇവിടെ വരെ വരച്ചിട്ടുള്ളൂ. അപ്പൊ ഈ സാധനം എന്ത് ചെയ്യും? ചിലപ്പോ അടുത്ത സ്റ്റെപ്പിൽ ഇങ്ങനെ ആക്കും. ഇങ്ങനെ ആക്കി കഴിഞ്ഞ് ഈ സാധനം എന്തായി? തെറ്റി അല്ലെ? ബേസിക് അൽജീബ്ര മാത്രം നോക്കി കഴിഞ്ഞ് ഈ സാധനം ആർക്കാണെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കാം. ബോർഡ് മാസ്റ്ററോടും ബ്രാക്കറ്റ് ഓപ്പണിങ്ങും ഫ്രാക്ഷനും ചെയ്യാൻ അറിയുന്ന സംഭവം ഉണ്ടെങ്കിൽ ഈ സാധനം പഠിപ്പിക്കാവുന്നുള്ളൂ. ആർക്ക് വേണമെങ്കിൽ ചെയ്യാവുന്നുള്ളൂ. ചെറിയ കുട്ടികൾക്ക് തന്നെ ചെയ്യാം. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആൾക്കാർക്ക് 10ാം ക്ലാസ് പഠിക്കുമ്പോൾ ഈസിയായിട്ട് ചെയ്യാം. നിങ്ങൾക്കും ചെയ്യാം. നിങ്ങൾ ചെയ്യണോണ്ടില്ല എന്ന് പറയും. എന്നൊരു തന്നെ ചെയ്യും. അടുത്ത് സിമ്പിൾ ആയിട്ട് തന്നെ ചെയ്യാം. ഒന്ന് ട്രൈ ചെയ്തു. ചെയ്യാൻ പറ്റില്ല എന്ന് പറയല്ലേ ഒന്നാമത്തെ തന്നെ അല്ലേ? സിമ്പിൾ ആയിട്ടുള്ള സാധനം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഉണ്ടാകും. നിങ്ങൾ മാത്രമല്ല, അയ്യോ അത് പറ്റില്ല അങ്ങനെ പറയല്ലേ.
എന്താ ചെയ്യാൻ ഒരു ചലഞ്ച് ആയിട്ട് എടുക്കാൻ പറ്റുന്നു. പൈസ ഒന്നും ഇല്ല. ഏഴ് ചെയ്തല്ലേ നമ്മള്? 7 ചെയ്താണ്. 8 9 ചെയ്തിട്ടില്ലല്ലോ. ഇത് ശരിയാണോ നോക്കട്ടെ. അപ്പൊ ഒരു ചോദ്യം നിങ്ങൾക്ക് വിട്ടുതരാം. ഞാൻ ചെയ്തോ 9 കേട്ടോ. നമ്മൾ ചെയ്തിട്ട് നമുക്ക് നോക്കാം. x raised to sin y equal to കേട്ടോ, y equal to x raised to sin x plus sin x raised to cos. ഈ ചോദ്യം നിങ്ങൾ ട്രൈ ചെയ്യുക. ആർക്കെങ്കിലും കിട്ടുന്നത് നോക്കാം. അത് കഴിഞ്ഞ ഭാഷ ചെയ്യാം. അത് കഴിഞ്ഞ് കെമിസ്ട്രി ചോദിക്കണം കേട്ടോ. സെറ്റ് ചെയ്ത് കൊടുത്തേ. സാലിന് വേണ്ട, ഇത് ചെയ്യണ്ട. ഇത് ചുവലില്ല, ഇത് മാറ്റം. അത് വേറെ ഒന്നല്ല. ഇപ്പൊ ഇവിടെ ഇറങ്ങി വരുമ്പോ അല്ല, ഇത് ചുവാവണതാ. 3 പ്രൊഡക്റ്റ് വരുന്ന കേസ് ഉണ്ട്. ഇത് നോർമലാ ചെയ്തില്ല. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിനെ പൂശേ ഒന്ന് നോക്കാനില്ല. സൈഡിൽ നിന്ന് ചെയ്തോ തെറ്റോ? ഡിസ്കസ് ചെയ്ത് ചെയ്തോ കേട്ടോ. ഒരു കൊളാൻ കഴിക്കോ. ഈ ക്ലാസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് ആരെങ്കിലും കാണണ്ടൊക്കെ ക്ലാസ് കാണണ്ട. നാളെ ക്ലാസ് കഴിഞ്ഞ് ഞാൻ കറക്റ്റായിട്ട് നോക്കണം. അങ്ങനെയൊന്നും കളഞ്ഞൂടെ? നോക്കിട്ട് ഫുള്ള് കണ്ട, കുറച്ച് കണ്ടാൽ മതി. അത് ഓരോരുത്തരും എത്ര വരെ കണ്ടു എന്നറിയാം. എവിടം വരെയാണ് കൂടുതൽ കണ്ടാക്കണേ അതറിയാം. സ്റ്റാർട്ടിങ്ങിൽ ഗ്രാഫ് മുകളിലായിരിക്കും, പിന്നെ കടിയിലെന്താ കാണുന്നില്ല. ആരും കണ്ടാൽ നിങ്ങൾക്ക് ഗുണമുണ്ടാവും. അത്രേ പറയാനുള്ളൂ, വേറെ ഒന്നുമില്ല. ഞാനോ ഓപ്ഷണൽ ആയിട്ട് ചെയ്യുന്നത് മാത്രം. ഞാൻ പിന്നെ എന്നെ ആദ്യമൊക്കെ അൺലിസ്റ്റഡ് ആക്കിയിട്ട് ഇടാം. അൺലിസ്റ്റഡ് ആക്കിയിട്ട് കഴിഞ്ഞാൽ ലിങ്കുള്ളവർക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ ആലോചിച്ചേ ഞാൻ പബ്ലിക്കായിട്ട് ഇടാം. അവിടെ കിടക്കണേ നിങ്ങളൊക്കെ വൈറലായിട്ട് ഞാൻ രക്ഷപ്പെട്ടാലേ യൂട്യൂബ് അങ്ങനെ കിടക്കട്ടെ. അപ്പൊ പബ്ലിക്കായിട്ട് ഇടാൻ നോക്കാം. എന്തെങ്കിലും ആവട്ടെ. നിങ്ങളാരും നമുക്ക് പൈസ കിട്ടിയല്ലോ. ഞാൻ ബിരിയാണി കൊടുത്താലോ എന്ന് പറയുന്ന പോലെ പിന്നെ അതിന് ചെയ്യണം. ഒരു 19 ലക്ഷം രൂപ കിട്ടി കഴിഞ്ഞാൽ ഈ കാത്തോടെ വന്നിട്ടുണ്ടല്ലോ. സുഖമായിട്ട് വീട്ടിലിരുന്നൂടെ? എന്തിനും ഒരു 50 ലക്ഷം രൂപ ഉണ്ടാക്കണം. അത്രയും ഭാഷയ്ക്ക് ലക്ഷ്യമുള്ളൂ. വേറെ 50 ലക്ഷം കിട്ടി കഴിഞ്ഞാൽ അവിടെ ഇരിക്കുക. ജോലിക്ക് പോകണ്ടല്ലോ. അൽവീനെ വായത്തോട്ട് നോക്കി 50 ലക്ഷമോ? അൽവീനെ വല്ലൊക്കെ പഠിച്ചോ അല്ലെങ്കിൽ രക്ഷയുണ്ടാവില്ല. 50 ലക്ഷം മതി. എന്തിനാടാ 50 ലക്ഷം വേണ്ടി കഴിഞ്ഞാൽ അവരോ ജോലിക്ക് പോകണ്ടാണ്. ആൾക്കാർക്ക് പോകുന്നില്ല. ഉണ്ടാക്കണി ചെയ്ത് കൂട്ടിയിട്ട് ഭാഷ ഇരുന്നില്ല. കുറച്ച് കാശ് റെഡി ചെയ്യാം. അയ്യോ, ഞങ്ങൾ ടൂർ പോയപ്പോൾ അളിയൻ്റെ കൂടെ ഒരു ലോട്ടറി ഷെയർ എടുത്തിട്ടുണ്ടായിരുന്നു. അത് അടിച്ചാണ് ആ വാളെന്ന് പറഞ്ഞില്ലേ. മെസ്സേജ് ആയി 1 കോടി കിട്ടിയിട്ട് ഞങ്ങളത് കണക്ക് വയ്ക്കുക. പറയാൻ പറ്റില്ല. ഞങ്ങൾ 1 കോടി അടിച്ചാ ലോട്ടറി എടുക്കാറില്ല. കണ്ടപ്പോ വെള്ളം കുടിക്കാൻ നിർത്തിയപ്പോ ലോട്ടറി കിട്ടാം. എടുത്ത് കളയാൻ 50 ലക്ഷം കിട്ടി ജോലിക്ക് പോകണ്ടെന്ന് പറയാൻ കാരണം എന്താ? നമ്മളത് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സൈഡ് എന്ത് ചെയ്യാം? ജീവിക്കാം. സ്കീം അത് വലിയ സ്കീമൊന്നുമില്ല. അതായത് വേറെ കാര്യം പറഞ്ഞ പക്ഷേ കഴിഞ്ഞ ക്ലാസ്സിലെ SIP പറഞ്ഞതാണ് മന്ത്ലി ഇൻവെസ്റ്റ് ചെയ്ത് പോണത്. അതിന് പകരം ഇപ്പൊ നമ്മള് എത്ര വെച്ച് കിട്ടുമെന്ന് കരുതുക? 50 ലക്ഷം രൂപ ഉണ്ടെന്ന് കരുതുക. ശ്രദ്ധിക്കുക, കണക്ക് പിന്നെ ചെയ്യണം. 50 ലക്ഷം രൂപ ഉണ്ടെന്ന് കരുതുക. ഫിനാൻസ് പുതിയൊരു ഐഡിയ പറഞ്ഞുതരാം. ശ്രദ്ധിച്ചേ, എല്ലാവരും ശ്രദ്ധിച്ചേ, ഉപകാരപ്പെടും. ശ്രദ്ധിക്കുക, നിങ്ങൾക്കൊക്കെ നന്നായിട്ട് ഉപകാരപ്പെടും. ഞാൻ എല്ലാ
50 ലക്ഷം എത്തിക്കണൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഓർമ്മയുണ്ടാവും. SIP വെച്ചിട്ട് 12% റിട്ടേണിൽ ചെയ്തു പോയാൽ, കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്തു പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? ഇവിടെ ശ്രദ്ധിക്കും, എന്ത് ചെയ്യാം? അതൊന്നും ചെയ്തിട്ട് എവിടെ രക്ഷപ്പെടാൻ പോകില്ല. സത്യം. പൈസ നമ്മൾ സെറ്റിൽ ആവണമെങ്കിൽ എന്നെ വിളിച്ച കണക്ക് ചെയ്യാണെങ്കിൽ കുറച്ച് എനിക്ക് ചെയ്യാതെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു കാർഡ് കണ്ടതാണ്, ഞാൻ ന്യൂസ് കാർഡ് കണ്ടത്. അതായത് 5 തൊട്ട് 10ാം ക്ലാസ് വരെയാണ് നീന്തൽ പരിശീലനം ഉണ്ടെന്ന് പറഞ്ഞിട്ട് സ്കൂളിൽ തുടങ്ങുന്നുണ്ട്. സ്കൂളിൽ തന്നെ നീന്തൽ പഠിപ്പിക്കും. ഇപ്പൊ മാഷ് ഇന്നലെ ഒരു വാർത്ത എന്താ വെച്ച് കഴിഞ്ഞാല്, മാഷ് 2-3 കൊല്ലം മുന്നേ പഠിപ്പിച്ചതാ ഒരു കുട്ടി, കൊട്ടയക്കാടുള്ളതാ, കുര്യൻ പൗലോസ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അദ്ദേഹം മരിച്ചു. അപ്പൊ ഞാൻ അവന്റെ കൂടെ പഠിച്ച ബാച്ചിലുള്ള ആൾക്കാരാണ് മാഷെ ഇതൊരു കാർഡ് ഉണ്ടല്ലോ, അത് എന്താ സംഭവം, എന്താ പറ്റിയെന്നൊക്കെ അറിയാം. അപ്പൊ ഞാൻ ആ ഏരിയയിലുള്ള കൂടി മാഷെ കുറിച്ച് അന്വേഷിച്ചു. അപ്പൊ എന്താണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാല്, ആള് ബിടെക് പഠിക്കുകയാണ്. ആള് ഈ കൊട്ടക്കാട് മേഖലയില് നീന്താൻ പോയത് ഒരു കുളത്തിലേക്ക്. നീന്താൻ പോയിട്ട് എന്ത് ചെയ്തു? കുളത്തിൽ മുങ്ങി മരിച്ചു. ഇതാണ് ഉണ്ടായത്. ആള് അധികം പൈസ ആയിട്ടില്ല, 22 ഉണ്ടാവില്ല, 21 ഉണ്ടാവുള്ളൂ. ഞങ്ങൾ തുടങ്ങിയ സമയത്ത് ഉണ്ടായിരുന്ന ബാച്ചിന്റെ. അപ്പോ എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആള് ഓൾറെഡി നീന്തിയിട്ട് പിന്നെ എന്ത് ചെയ്തു? തിരിച്ചു കയറി വന്നു, ഒന്നുകൂടെ നീന്താൻ വേണ്ടി പോയതാ, പിന്നെ മരിച്ചിട്ടാണ് പിന്നെ വന്നത്. ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്ന പറഞ്ഞത്. ഇതാണ് സംഭവം. ഈ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, സംഭവം ഇത്രയേ ഉള്ളൂ. പക്ഷെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന കാര്യം ശ്രദ്ധിക്കും. ഞാൻ നിങ്ങളോട് കഴിഞ്ഞ വർഷമൊക്കെ എല്ലാവരും പറഞ്ഞിരുന്നു, എന്ത് പഠിക്കാൻ പറഞ്ഞിരുന്നു? ഈ വെക്കേഷന് നീന്തൽ പഠിക്കാൻ പറഞ്ഞിരുന്നു. ഞാൻ പഠിപ്പിച്ച ഒരു കുട്ടി എന്താണ് നീന്തല് അറിഞ്ഞിട്ടും എന്താണ് മരിച്ചുപോയി. ഇന്നാണ് ആളുടെ ഫ്യൂണറൽ വെച്ചാണ്, കോട്ടയത്ത് അങ്ങടാണ്. അപ്പൊ ആള് മരിച്ചു. മനസ്സിലായോ? അപ്പൊ ഞാൻ പറഞ്ഞു തന്ന കാര്യം, ലൈഫില് സത്യത്തില് ജീവിതം വളരെ ഈസി ആയിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് വേണ്ടത് കുറെ വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ കുറെ പൈസ ഉണ്ടാവുന്ന ഒരു സംഗതിയോ പോരാ. ഈ നീന്തല് അറിഞ്ഞു കഴിഞ്ഞാൽ ആ പയ്യൻ എന്താണ് ജീവിച്ചിരുന്നേ. അത് ക്ലാസ് പഠിക്കാൻ പറ്റുമോ? ഇല്ലേ, ക്ലാസ് പഠിക്കുന്ന ഒരു കാര്യമല്ല, അല്ലേ? ഇപ്പൊ സ്കൂളിൽ നിന്ന് പഠിപ്പിക്കുന്നത്. ഇതേപോലെ തന്നെയാണ് ഫിനാൻസിന്റെ കാര്യം. നിങ്ങൾക്ക് കുറെ പൈസ വന്നു എന്നുള്ളതുകൊണ്ട് നിങ്ങളുടെ പൈസ ഉണ്ടാവും ഇല്ല, നിങ്ങൾക്ക് ദാരിദ്ര്യം മാറും ഇല്ല. ദാരിദ്ര്യം ഉണ്ടാവണതിന്റെ പ്രധാന കാരണം, അല്ലെങ്കിൽ പ്രാരാബ്ദവും മിഡിൽ ക്ലാസ്സിൽ തന്നെ കെട്ടിയെടുക്കുന്നതിന്റെ പ്രധാന കാരണം എന്താ വെച്ച് കഴിഞ്ഞാല്, പൈസ എന്ത് ചെയ്യാൻ അറിയില്ല എന്നുള്ളതാണ്. പൈസ ഹാൻഡിൽ ചെയ്യാൻ അറിയില്ല എന്നുള്ളതാണ്. മനസ്സിലായോ? പൈസ ഹാൻഡിൽ ചെയ്യാൻ അറിയില്ല എന്നുള്ളതാണ്. അപ്പൊ ഞാൻ നീന്തലിന്റെ കാര്യം പറഞ്ഞതെന്തിനാ വെച്ച് കഴിഞ്ഞാൽ, നീന്തലിന്റെ കാര്യം എങ്ങനെയാണോ നമ്മുടെ ജീവിതത്തിന് സഹായിക്കണേ. എനിക്ക് നീന്തൽ അറിയില്ല എന്നുള്ള വേറൊരു കാര്യം കേട്ടോ. എനിക്ക് പഠിക്കാൻ എനിക്ക് പറ്റില്ല, കാര്യമൊരു പ്രശ്നമായതുകൊണ്ടാണ്. അപ്പൊ എങ്ങനെയാണോ അതൊരു ലൈഫ് ഹാക്കാണ്. മനസ്സിലാവണ്ട പറയാം. ലൈഫ് ഹാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളതിനെ കണക്ക് ചെയ്ത് പഠിക്കുന്ന ഒരു സാധനം എന്നല്ല, അത് മെയിൻ സാധനമാണ്. ബാക്കി എന്തൊക്കെ നിങ്ങൾ ചെയ്താലും ഈ ഒരു സാധനം അവിടെ പ്രധാനപ്പെട്ട. അതേപോലെ തന്നെയാണ് എന്ത് പ്ലാൻ ചെയ്യാന്നുള്ളതും ഫിനാൻസ് പ്ലാൻ ചെയ്യാന്നുള്ളതും. ഫിനാൻസ് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ഒരു ഫ്യൂച്ചർ ഉണ്ടാവും. കാരണം നമ്മുടെ ഫ്യൂച്ചർ കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവിൽ പറയാം എന്താണ്, നിങ്ങൾ ഇന്ന ജോലി കിട്ടി, ഇന്ന ആളായിട്ട് ജോലി ചെയ്യണം, നിങ്ങൾ അങ്ങനത്തെ സ്വപ്നങ്ങളൊക്കെ. ആ സ്വപ്നമൊക്കെ വേണ്ടെന്നല്ല പറയണേ. ബേസിക്കലി ഒരൊറ്റ സാധനമേ ഉള്ളൂ, എന്താണ് പൈസ ഉണ്ടാക്കുക എന്നുള്ളതാണ് മെയിൻ വിഷയം. പൈസ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, പിന്നെ നമുക്ക് മറ്റു സ്വപ്നങ്ങളൊക്കെ സംസാരിക്കാം. മനസ്സിലായ? വലിയ സയന്റിസ്റ്റ് ആവണം, ഡോക്ടർ ആവണം. പൈസ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഓക്കെയാണ്. നിങ്ങളുടെ കയ്യിൽ 5ന്റെ പൈസ ഇല്ല, നിങ്ങൾ ഡോക്ടർ കൊണ്ട് കാര്യം ഇല്ല. പിന്നെ അതിലുപരിയായിട്ട് പിന്നെ വേറെ ഇതിലൊക്കെ ചിന്തിക്കാം, എനിക്ക് പൈസ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ ഡോക്ടറായിട്ട് പാവപ്പെട്ട ആളുകൾ എന്താണ് ചികിത്സിക്കുന്ന മനസ്സുഖം മതി എനിക്ക്, ആയിക്കോട്ടെ, അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. പൈസ ഇല്ലെങ്കിൽ പക്ഷെ ഈ പറഞ്ഞ സംഗതി എന്താണ്, ചാരിറ്റി ഒന്നും നടക്കാനും പോകില്ല, ചുമ്മാ പറയാന്ന് മാത്രം, അല്ലെ? അപ്പൊ ഈ പറഞ്ഞ പോലെ ഷാരൂഖ് ഖാനാണ് പറഞ്ഞ പോലെ എന്താ, നിങ്ങൾക്ക് പൈസ ഉണ്ടായി കഴിയണവർ എന്ത് പറയാം, നിങ്ങൾക്ക് ഫിലോസഫി പറയാൻ പറ്റില്ല. മനസ്സിലായ? യു ക്യാൻ ടോക്ക് ഫിലോസഫി ആഫ്റ്റർ യു ബിക്കം റിച്ച് എന്നാണ് പറയാം. നിങ്ങൾ പൈസ ഉണ്ടാക്കിയതിനു ശേഷം എന്തോരം ഫിലോസഫി ആണെങ്കിൽ പറയാം, പൈസ എന്താണ്, ഒന്നുമല്ല, പൈസ ഒന്നുമല്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് പൈസ ഒന്നുമല്ല ജീവിതത്തിൽ സന്തോഷം എന്ന് പ്രഖ്യാപിക്കുന്ന എല്ലാ ആളുകളുടെ കയ്യിലും എന്താ, ഇഷ്ടം പോലെ പൈസ ഉണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാത് പള്ളിയിലൊക്കെ അച്ഛന്മാരാ, നടന്മാരാ, രാഷ്ട്രീയ പ്രവർത്തകരാ, അങ്ങനെ പ്രീച്ച് ചെയ്യുന്ന ആൾക്കാരെ നോക്കി കഴിഞ്ഞാൽ അറിയാം. കാരണം അവർക്ക് അത് പറയാൻ പറ്റൂ. എന്താ കാരണം? അവർക്ക് മനസ്സിലായി കണ്ടമാനം എന്തുണ്ടാക്കി, പൈസ ഉണ്ടാക്കി. അപ്പോഴാണ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അവരെന്താവണില്ല, സാറ്റിസ്ഫൈഡ് ആവണില്ല. അപ്പോഴാണ് ആ സാധനം വരുന്നത്. അല്ലാണ്ട് കയ്യിൽ പൈസ ഇല്ലാത്തവരെ അത് പറയണത് ഞാൻ എടുക്കാറില്ല. അങ്ങനെ 1-2 ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഗാന്ധിജിയൊക്കെ അങ്ങനെ പറയാറുണ്ട്, അല്ലെ? ഗാന്ധിജിനെ ദാരിദ്ര്യത്തിൽ നിർത്താനായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വലിയ ചിലവായിരുന്നു. അങ്ങനെയാകുമ്പോൾ വലിയ കുഴപ്പമില്ലാന്ന്. മനസ്സിലായോ? ഗാന്ധിജി ദാരിദ്ര്യത്തിന്റെ ആളാണല്ലോ. ആള് പറയാം, ആള് മറ്റേ ഡ്രസ്സൊക്കെ എടുത്ത് നടക്കണം, ഓക്കെ, കർണാടക വെച്ച് നടക്കണം, 2nd ക്ലാസ് ട്രെയിനിലാണ് ട്രാവൽ ചെയ്യുക, ശരിയല്ലേ പറഞ്ഞത്? ചർക്ക ചെയ്തിട്ടാണ് ആൾ എന്ത് ചെയ്യണേ, പൈസ ഉണ്ടാക്കിയത്. ഇതൊക്കെ നല്ല മിഷണറി ആയിട്ടുള്ള ആളാണ്, പറഞ്ഞ കാര്യം ലൈഫിൽ ചെയ്ത ആളാണ്. പക്ഷെ അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ,
പൊളിറ്റിക്കലായിട്ട് ഭയങ്കര എന്തുണ്ടായിരുന്നു, ക്ലൗട്ട് ഉണ്ടായിരുന്നു ആൾക്ക് അല്ലേ. അപ്പൊ അങ്ങനെയാണ് പറയുക. അതായത് എന്താ, ഏതോ ഒരാൾ പറഞ്ഞിട്ട് എവിടെയോ വായിച്ചിട്ടുള്ളതാണ് ഞാൻ ഈ പറഞ്ഞ പോലെ, ഗാന്ധിജീനെ ദാരിദ്ര്യത്തിൽ നിലനിർത്താൻ ബ്രിട്ടീഷ് ഗവൺമെന്റിനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും അത് വലിയൊരു ചെലവായിരുന്നു. കാരണം സെക്കൻഡ് ക്ലാസ്സിൽ ഇയാൾ ട്രാവൽ ചെയ്യുമ്പോൾ ഇയാൾ സെക്കൻഡ് ക്ലാസ്സിലൊക്കെ ഉള്ളൂ. അപ്പോ കോൺഗ്രസ്സുകാർ കംപ്ലീറ്റ് എന്ത് ചെയ്യും, ആ സെക്കൻഡ് ക്ലാസ്സിൽ ടിക്കറ്റ് എടുത്ത് കയറും. കാരണം വേറെ ആൾക്കാർ ഇയാൾക്ക് സെക്യൂരിറ്റി പ്രശ്നമല്ലേ. അപ്പൊ അവന്മാര് കംപ്ലീറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് പോവാ. മനസ്സിലായോ? ഗാന്ധി പറയുമ്പോ സെക്കൻഡ് ക്ലാസ്സിലാണ് പോണേ. വലിയ പ്രശ്നമാണ് അത്. ഇടയ്ക്കാരി ഉണ്ടായിട്ടെന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു എന്താ വെച്ച് കഴിഞ്ഞാൽ, പൈസ എപ്പോഴും എന്ത് ചെയ്യാൻ പഠിക്കുക, ഹാൻഡിൽ ചെയ്യാൻ പഠിക്കും. ഒരു 15 കൊല്ലം കഴിഞ്ഞത്